أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധ റമദാനിലെ ദിവസങ്ങളിലാണ് നാം ഉള്ളത്. വളരെ പെട്ടെന്നാണ് ആദ്യത്തെ ആഴ്ച കടന്നുപോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളിൽ നാം ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് വന്നുപോയിട്ടുള്ള കുറവുകളുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം തർബിയത്തുൽ അബ്നാ, മക്കളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം, ഇന്ന് നാം അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഖേദകരമായ വാർത്തകളാണ്. ഒരു വശത്ത് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, മറ്റൊരു വശത്ത് അധികരിച്ച നിലയിൽ മയക്കുമരുന്നും മദ്യവും തുടങ്ങിയ ഒരുപാട് ഹറാമുകൾ നാം കാണുകയാണ്. അതിലൊക്കെ പലപ്പോഴും മുസ്ലിമീങ്ങളുടെ പേര് കാണുമ്പോൾ അത് നമുക്കേറെ ദുഃഖമുണ്ടാക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു വിഭാഗം, അവരിൽ നിന്നും ഇതുപോലെയുള്ള മനുഷ്യത്വത്തിന് തന്നെ നിരക്കാത്ത പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സഹോദരങ്ങൾ, അത് വലിയ ഖേദമുണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായും ഇത്തരം സമയങ്ങളിൽ ഇവിടെ എന്താണ് ഇതിൻ്റെ കാരണമെന്നുള്ളത് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഈ ഒരു കുട്ടിയാകട്ടെ ഒരൊറ്റ ദിവസം കൊണ്ടൊരു ക്രൂരനായ കൊലപാതകിയായി തീർന്നതല്ല. ഒരൊറ്റ ദിവസം കൊണ്ട് വലിയൊരു ലഹരിക്ക് അടിമപ്പെട്ടവനായി മാറിയതുമല്ല. ഇവൻ തീർച്ചയായും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാകണം. എവിടെയാണ് പഴച്ചുപോയത് എന്നുള്ളത് പഠിക്കുന്നതിലാണ് വലിയ കാര്യമുള്ളത്. അതല്ലാതെ ശേഷമുള്ള ചർച്ചകളിലോ അന്ത്യചർച്ചകളിലോ വലിയ പ്രസക്തമായ കാര്യമില്ല. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇനി അങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ ഒരിക്കലും ഇങ്ങനെ വീഴാൻ പാടില്ലാത്തതാണ്. എവിടെയാണ് പഴച്ചുപോയത് എന്ന് പഠിച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിക്ക് യോജിച്ചിട്ടുള്ള കാര്യം. സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം തന്നെ എക്കാലത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രന്ഥരചനകൾ നടത്താറുണ്ട്. തർബിയത്തുൽ അബ്നാ, മക്കളെ പരിപാലിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട്. കാരണം ഒരു പരിധിവരെ മാതാപിതാക്കൾക്കിതിൽ ഒരു വലിയ പങ്കുണ്ട് എന്നുള്ളത് നാം തുറന്നു പറയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ കുട്ടിയെ ഇങ്ങനെ ഒരു നിലക്കെത്തിക്കുന്നതിൽ ഒരു പരിധിവരെ അങ്ങനെ ഒരു പങ്ക് തീർച്ചയായും മാതാപിതാക്കൾക്കുണ്ട്. അവർക്കൊരിക്കലും അത് നിഷേധിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ ഒരു പങ്ക്, സഹോദരങ്ങളെ, അത് വളരെ ഗൗരവമുള്ളതാണ്. മാതാപിതാക്കൾ ഒരിക്കലും ഇത്തരം വീഴ്ചകൾ വരുത്താൻ പാടുള്ളതല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളെന്ന് പറയുന്നത്. നമുക്ക് തോന്നിയതുപോലെ വേണമെങ്കിൽ പരിപാലിക്കാം, അവൻ്റെ ഇഷ്ടത്തിന് വിടാം, അവൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നുള്ള നിലക്ക് നമുക്ക് കഴുകിക്കളയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല അത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏൽപ്പിച്ച അമാനത്താണ്. കുട്ടികളെന്നുള്ളത് വലിയ അനുഗ്രഹമാണ് എന്നതുപോലെ തന്നെ അവരെ പരിപാലിക്കൽ വലിയൊരു അമാനത്താണ്. മുഅ്മിനീങ്ങളാകട്ടെ
അമാനത്തുകൾ പാലിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. മുഅ്മിനീങ്ങൾ അവർ ഏറ്റെടുത്തിട്ടുള്ള അമാനത്തുകളും വിശ്വസിച്ചേൽപ്പിച്ചിട്ടുള്ള കരാറുകളുമെല്ലാം തന്നെ റാഊൻ പാലിക്കുന്നവരാണ്, അമാനത്ത് പാലിക്കുന്നവരാണ്. അതിൽ വഞ്ചന കാണിക്കുകയില്ല. തോന്നിയതുപോലെ ചെയ്യുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ സ്വഭാവമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ, മക്കളുടെ വിഷയത്തിലുള്ള അമാനത്ത് എന്നുള്ളത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിലും പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തഖൂനു റസൂല ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കുന്ന പണിയെടുക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനി നിയമങ്ങൾ കാറ്റിപ്പറത്തുക. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങളെ കാറ്റിപ്പറത്തിക്കൊണ്ട് അമാനത്തുകളിൽ വീഴ്ച വരുത്തുന്ന, വഞ്ചന വരുത്തുന്ന ആളുകൾ നിങ്ങളാകാൻ പാടില്ല. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നിട്ട് പറയുന്നു, വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്താകട്ടെ സന്താനങ്ങളാകട്ടെ അത് ഫിത്നയാണ്, പരീക്ഷണമാണ്. വ അന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം, ഈ പരീക്ഷണത്തിൽ വിജയിച്ചു കയറിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. സമ്പത്താകട്ടെ സന്താനങ്ങളാകട്ടെ രണ്ടും പരീക്ഷണമാണ്. നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയാൽ സമ്പത്തുള്ളവന് ഉന്നതമായ സ്ഥാനം സ്വർഗത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. സന്താനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകൾക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ സ്വർഗത്തിൽ അലങ്കരിക്കാൻ സാധിക്കും. പക്ഷെ അത് ഫിത്നയാണ് എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണമാണ് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ കുടുംബത്തെയും കുട്ടികളെയും മര്യാദ പഠിപ്പിക്കണം, അറിവ് പഠിപ്പിക്കണം എന്നുള്ളത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അത്ത്-തഹ്രീമിൽ 6-ാമത്തെ ആയത്തിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസം സ്വീകരിച്ചവരെ, മുഅ്മിനീങ്ങളെ, ഖു അൻഫുസക്കും വ അഹ്ലീകും നാറ, നിങ്ങൾ സ്വദേഹത്തെയും നിങ്ങൾ സ്വന്തത്തെയും വ അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ എന്ത് ചെയ്യണം? നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം. സ്വന്തം കാര്യം മാത്രം നടക്കാൻ പോരാ. അങ്ങനെ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അവനവൻ്റെ കാര്യം നോക്കിയിട്ട് അവനവൻ്റെ നിസ്കാരം, അവനവൻ്റെ നോമ്പ്, അവനവൻ്റെ കാര്യങ്ങൾ, ഇടപാടുകളൊക്കെ ആയിട്ട് ഭാര്യയെ നോക്കാതെ കുട്ടികളെ നോക്കാതെ അല്ല. ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ, നീ നിന്നെയും നിൻ്റെ കുടുംബത്തെയും നരകത്തിൽ നിന്നും സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖു അൻഫുസക്കും വ അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലിമൂഹും വ അദ്ദിബൂഹും, അവരെ ഇൽമു പഠിപ്പിക്കേണ്ടതുണ്ട്, ദീൻ പഠിപ്പിക്കേണ്ടതുണ്ട്, വ അദ്ദിബൂഹും, മര്യാദ പഠിപ്പിക്കേണ്ടതുണ്ട്. വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇൽമു പഠിപ്പിക്കുക, അറിവ് പഠിപ്പിക്കുക. അതുപോലെ തന്നെ മര്യാദകൾ, ഇസ്ലാമിൻ്റെ മര്യാദകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നരകത്തുനിന്ന് സൂക്ഷിക്കാൻ സഹോദരങ്ങൾ വേറെ മാർഗമില്ല. യഥാർത്ഥ വഴിയെക്കുറിച്ച് അവർക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്തിൻ്റെ താല്പര്യം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വഹീഹായ ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള വളരെ പ്രസിദ്ധമായ, നിങ്ങൾക്ക് ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ഹദീസ് ഉണ്ടല്ലോ, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്, നിങ്ങളുടെ കീഴിലുള്ള ആളുകളെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. ഓരോരുത്തരും. എന്നിട്ട് പ്രധാനപ്പെട്ട ചില ഉദ്യോഗങ്ങളെക്കുറിച്ചിട്ട് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അൽ ഇമാമു റാഇൻ വഹുവ മസ്ഊലുൻ അൻ റഇയ്യതിഹി, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിലുള്ള ഇമാം, ഭരണാധികാരി, ആ നാട്ടിലുള്ള പ്രജകളുടെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പ്രജകളുടെ വിഷയത്തിൽ അയാൾ ചോദ്യം ചെയ്യപ്പെടും. വറജുലു റാഇൻ, അതുപോലെ തന്നെ ഓരോ മനുഷ്യനും, ഓരോ ആണും അവൻ ഉത്തരവാദിത്തമുള്ളവനാണ്. എവിടെ? ഫി അഹ്ലിഹി, അവൻ്റെ കുടുംബത്തിൽ. വഹുവ മസ്ഊലുൻ അൻ റഇയ്യതി, അവരുടെ കാര്യത്തിൽ അവൻ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഉപ്പ എന്നുള്ള നിലയിൽ എന്താണ് മക്കളുടെ വിഷയത്തിൽ നീ നിലപാടെടുത്തത്? എന്തായിരുന്നു വീട്ടിൽ? എങ്ങനെയായിരുന്നു നീ തോന്നിയതുപോലെ പണം അയച്ചു കൊടുത്തുകൊണ്ട് കുട്ടികളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കാതെ അവരെന്തു വാങ്ങുന്നു, എന്ത് കാണുന്നു, എന്ത് ആസ്വദിക്കുന്നു എന്നൊന്നും നോക്കാതെ നീ ഇങ്ങനെ വീടെടുത്തു കൊടുത്തു, വേണുമ്പോൾ പൈസയൊക്കെ എടുത്തു കൊടുത്തു, ശ്രദ്ധിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്. എങ്ങനെയാണ് നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നീ ചെയ്തത് എന്നുള്ളത്. ഭാര്യക്കും പങ്കുണ്ട്. വൽ മർഅതു റാഇയ ഫി ബൈതി സൗജിഹ,
ഭർത്താവിൻ്റെ വീട്ടിലും ഉത്തരവാദിത്തമുള്ളവളാണ് ഭാര്യ എന്നുള്ളത്, സ്ത്രീ എന്നുള്ളത്. വഹിയ മസ്ഊലത്തുൻ അൻ റഈയതിഹ, ഭർത്താവിൻ്റെ അഭാവത്തിൽ അവിടെയുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിക്കേണ്ട ബാധ്യതയും അവൾക്കുണ്ട്. വൽ ഖാദിമു റാഇൻ ഫീ മാലി സയ്യിദിഹി വഹുവ മസ്ഊലുൻ അൻ റഈയതിഹി, ഒരു ജോലിക്കാരൻ, ഒരു ഖാദിം, അയാളുടെ യജമാനൻ്റെ സ്വത്തിലും അയാളുടെ എല്ലാ കാര്യങ്ങളിലും അവന് ഉത്തരവാദിത്തമുണ്ട്. യജമാനെ ഏൽപ്പിച്ച രൂപത്തിൽ അത് നോക്കി നടത്തേണ്ടതുണ്ട്. നീ ഒരു കട നടത്തുന്നവനായിരിക്കാം, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടാകാം. നീ അതിൽ നിനക്ക് ഏൽപ്പിക്കപ്പെട്ട കാര്യം വളരെ കൃത്യമായി നിർവഹിക്കൽ നിർബന്ധമാണ്. അല കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതി, അറിയുക എല്ലാവരും ഏതെങ്കിലുമൊക്കെ നിലക്ക് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ തന്നെയാണ്. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് കൃത്യമായി ചോദിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുമായിരുന്നു, അദ്ദിബ് ഇബ്നക്, നീ നിൻ്റെ മകനെ മര്യാദ പഠിപ്പിക്കണം. ഫഇന്നക മസ്ഊലുൻ അൻ വലദിക്, കാരണം നിൻ്റെ മകനെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ചോദിക്കുന്നതാണ്. മാദാ അദ്ദബ്തഹു വ മാദാ അല്ലംതഹു, നീ എന്ത് ഇൽമാണ് പഠിപ്പിച്ചു കൊടുത്തത്, എന്ത് അദബാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി ചോദിക്കും. അതുപോലെ തന്നെ വഇന്നഹു മസ്ഊലുൻ അൻ ബിർരിക വ തവാഇയതിഹി ലക്, മക്കളും ചോദിക്കപ്പെടും. എന്താണ് ഉപ്പമാരോട് ഉമ്മമാരോട് ഏത് നിലക്കാണ് അവർ പെരുമാറിയത് എന്നുള്ളത് മക്കളും ചോദിക്കപ്പെടും. പക്ഷെ ആദ്യം ചോദിക്കുന്നത് ഉപ്പമാരോട് ഉമ്മമാരോടാണ്. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോടാണ് മക്കളുടെ കാര്യം ചോദിക്കുന്നത്, എന്നിട്ടാണ് മക്കളോട് മാതാപിതാക്കളുടെ വിഷയം ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തർത്തീബിൽ തന്നെ, ക്രമത്തിൽ തന്നെ പറഞ്ഞത് കാണാൻ സാധിക്കും. സൂറത്തുൻ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യൂസികുമുല്ലാഹു ഫീ ഔലാദിക്കും, ഇതാ കുട്ടികളുടെ വിഷയത്തിൽ നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയത്ത് ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ കാര്യം വളരെ കൃത്യമായി കണിശമായി നോക്കേണ്ടതുണ്ട് എന്ന് സൂറത്തുൽ നിസായിൽ പറഞ്ഞു. പിന്നീടാണ് സൂറത്തുൽ അൻകബൂത്തിൽ, ഖുർആനിൽ ക്രമപ്രകാരം പിന്നീട് വരുന്ന സൂറത്താണ് അൻകബൂത്ത്. അതിൽ വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, ഇതാ മനുഷ്യർക്ക് അവരുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നല്ല നിലക്ക് വർത്തിക്കാൻ നാം വസിയത്ത് നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഖുർആനിലും ആദ്യം പറയുന്നത് മാതാപിതാക്കളോടാണ്. കുട്ടികളുടെ വിഷയത്തിൽ അല്ലാഹു വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്നുണർത്തുകയാണ്. നോക്കൂ, ഈ മാതാപിതാക്കളുടെ പങ്കെന്ന് പറയുന്നത് നിസ്സാരമായൊരു പങ്കല്ല. മാതാപിതാക്കൾക്ക് അവർക്ക് തോന്നിയ രൂപത്തിൽ കുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളത് അത് അറിയപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണത്. എങ്ങനെയാണ് ഒരു കുട്ടിയെ നല്ല നിലക്ക് നീ നന്നായി ചെറുപ്രായത്തിൽ തന്നെ, ഇളം പ്രായത്തിൽ തന്നെ നല്ല നിലക്ക് അവനെ തൗഹീദും സുന്നത്തും നിസ്കാരവും പഠിപ്പിച്ചാൽ അതുപോലെ നിനക്ക് കാണാൻ സാധിക്കും. ഇനി അതല്ല, നീ അവനെ അവഗണിച്ചുകൊണ്ട് അവനെ ഹറാമുകളിലേക്ക് കൊണ്ടിട്ടാലോ ഏറ്റവും മോശപ്പെട്ട കുട്ടിയാക്കി മാറ്റാനും നിനക്ക് സാധിക്കുമെന്നുള്ളതാണ്. അല്ല, നിൻ്റെ ദീന് തന്നെ, ഒരു കുട്ടിയുടെ ദീന് തന്നെ അവൻ്റെ മാതാപിതാക്കൾക്ക് അതിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടിയും ഒരു അമ്മയുടെ ഉദരത്തിൽ വളരുന്ന സമയത്ത് അവൻ ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ്, ഇസ്ലാമിലായിട്ടാണ് അവൻ ജനിക്കുന്നത്. ഫഅബവാഹു യുഹവ്വിദാനിഹി, യഥാർത്ഥത്തിൽ ഉപ്പയും ഉമ്മയുമാണ് അവനെ യഹൂദിയാക്കി മാറ്റിയത്. ഔ യുനസ്സിറാനിഹി, മാതാപിതാക്കളാണ് അവൻ നസ്റാനയാക്കി മാറ്റിയത്. ഔ യുമജ്ജിസാനിഹി, മാതാപിതാക്കളാണ് അവനെ മജൂസിയാക്കി മാറ്റിയത്. കമിസ്ലിൽ ബഹീമത്തി തുൻതിജുൽ ബഹീമ ഹൽ തറാ ഫീഹാ ജദ്അ, സാധാരണഗതിയിൽ ഒരു മാട് അല്ലെങ്കിൽ ആടൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതേപോലെ ശുദ്ധമായ അതേ നിലക്ക് തന്നെയാണ് കാണുന്നത്. അതിൽ പ്രത്യേകം മുറിവുകളോ മറ്റോ ഒന്നും കാണാറില്ല. അത് പിന്നീട് ഉണ്ടാകുന്നതാണ്, പിന്നീട് പരസ്പരം കൂട്ടിമുട്ടിയും മറ്റുമൊക്കെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് മക്കളൊക്കെ നല്ല നിലക്കാണ് ജനിക്കുന്നത്. പിന്നീടാണ് കേടുപാടുകൾ വരുന്നത്, വിശ്വാസത്തിൽ വൈകല്യങ്ങൾ വരുന്നത്, സ്വഭാവങ്ങളിൽ വൈകല്യങ്ങൾ വരുന്നത്. അത് സഹോദരങ്ങളെ പിന്നീടുള്ള സാഹചര്യങ്ങളിലാണ്. ഒരു കുട്ടിയും ഇന്ന് കൊലപാതകിയായി അറിയപ്പെട്ട, ക്രിമിനലുകളായി അറിയപ്പെട്ട എല്ലാ കുട്ടിയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു കാലത്ത് ചെറിയ കുഞ്ഞായിരുന്നു, ഒന്നും അറിയാത്തവനായിരുന്നു, അവനൊരു തിന്മയും അറിയില്ല, ഒന്നും അറിയില്ല. അവൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യങ്ങളോ കൂട്ടാളികളോ ഇതൊക്കെയാണ് പലപ്പോഴും സഹോദരങ്ങളെ അവൻ ഈ നിലക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പരിപാലനം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല നിലക്ക് പരിപാലിക്കുക എന്നുള്ളതിന് വളരെ അനിവാര്യതയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ ആമുഖം പറഞ്ഞത്. പിന്നീട് സഹോദരങ്ങളെ, ഏതാനും ചില കാര്യങ്ങളാണ് കുട്ടികളെ പരിപാലിക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ സമയപരിധിയിൽ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, കുട്ടികളുടെ പരിപാലനം ആരംഭിക്കുന്നത് കുട്ടികളിൽ നിന്നല്ല, മറിച്ച് വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് തന്നെ അത് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ചെറുപ്പക്കാരായ കുട്ടികളുണ്ട് എങ്കിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാണ്. നിങ്ങൾക്കും ഇതിൽ പാഠമുണ്ട്. കുട്ടികളില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. കുട്ടികളുടെ പരിപാലനം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ കുട്ടികളിൽ നിന്നല്ല, മറിച്ച് ഇഖ്തിയാറു സൗജത്തി സ്വാലിഹ,
സ്വാലിഹത്തായ ഒരു പെണ്ണിനെ നീ തിരഞ്ഞെടുക്കണം. വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് അവിടെ കൊണ്ട് ആരംഭിക്കുന്നുണ്ട്, അവിടെ മുതൽ ആരംഭിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നല്ലൊരു സ്വാലിഹത്തായ പെണ്ണ് അതിൻ്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ വലിയ സഹായം അതുകൊണ്ട് ലഭിച്ചു എന്നുള്ളതാണ്. കാരണം കൂടുതൽ സമയവും കുട്ടി ആരുടെ കൂടെയാണ് ഉണ്ടാവുക? കൂടുതൽ സമയം നമുക്കറിയുന്ന കാര്യമാണ്, ഉമ്മയുടെ കൂടെയാണ് ഉണ്ടാവുക. ഭർത്താവ് സ്വാഭാവികമായും ജോലിക്ക് പോകേണ്ടവനാണ്, അധ്വാനിക്കേണ്ടവനാണ്, പുറത്തേക്ക് പോകേണ്ടവനാണ്. കൂടുതൽ സമയവും ഈ ഉമ്മയോടൊപ്പമാണ് ഉണ്ടാകുന്നത്. ഈ ഉമ്മയുടെ ദീൻ അനുസരിച്ചിരിക്കും മിക്കവാറും ഈ കുട്ടിയുടെ ദീൻ. ഉമ്മ ഒരു നിസ്കാരമില്ലാത്തവളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ കുട്ടിയോട് നിസ്കരിക്കാൻ പറയോ? ഇല്ല. അവൾ പല ഹറാമുകൾ കാണുന്നുണ്ടാകും, പല രൂപത്തിൽ ആസ്വാദനങ്ങളായിരിക്കും. ആ നിലക്കായിരിക്കും കുട്ടികളെ വളർത്തുക. ദീനിനെ കുറിച്ചൊരു വിലയില്ല എങ്കിൽ, ദുനിയാവ് മാത്രം ഇങ്ങനെ കൺമുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവളാണെങ്കിൽ ആ നിലക്കായിരിക്കും മക്കളെയും പോറ്റി വളർത്തുക. കാര്യമായ സ്വാധീനം ഉണ്ടാകുന്നത് ഉമ്മമാരിൽ നിന്നാണ്. കാരണം ഉമ്മമാരുമായിട്ടാണ് കുട്ടികൾ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ആ കുട്ടിക്ക് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിലൊന്നാമത്തെ സ്റ്റെപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തുൻകഹുൽ മർഅതു ലിഅർബഇൻ. 4 കാര്യങ്ങളിലാണ് പൊതുവെ, 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൊതുവെ ഒരു സ്ത്രീ നിക്കാഹ് ചെയ്യപ്പെടാറുള്ളത്. പൊതുവെ അങ്ങനെയാണ്. ഒന്ന്, ലിമാലിഹ, സമ്പത്ത് നോക്കി ചിലർ തിരഞ്ഞെടുക്കും. നല്ല സമ്പത്തുള്ള പാർട്ടിയാണെങ്കിൽ അങ്ങോട്ട് അന്വേഷിക്കും, വേറൊന്നും നോക്കണ്ട. നമുക്ക് കുഫൊക്കുന്നത് കോടിപതിയാണ്, ലക്ഷമാണ്. അത് നോക്കിയിട്ട് അന്വേഷിക്കുന്നവരുണ്ടാകും. അതുപോലെ വലി ഹസബിഹ, തറവാട് മാത്രം നോക്കുക. ഇന്ന തറവാടേ പറ്റുള്ളൂ, വേറെ എന്തായാലും കാര്യമില്ല. ഇന്ന തറവാട്ടിൽ നിന്ന് തന്നെ നമ്മൾ വലിയ തറവാട്ടുകാരാണ്, ആ നിലക്കുണ്ടെങ്കിൽ പിന്നെ എല്ലാം കോംപ്രമൈസ് ചെയ്യുന്ന ആളുകളുണ്ടാകും. വ ജമാലിഹ, ഭംഗി മാത്രം നോക്കിയിട്ട് പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നവരുണ്ടാകും. വലി ദീനിഹ, ദീനിനെ നോക്കി തിരഞ്ഞെടുക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫർ ബിദാത്തി ദീൻ തരിബത് യദാക്, നീ ദീനുള്ളവളെ തിരഞ്ഞെടുക്കണം. തരിബത് യദാക്, അത് മുഖേന നിന്റെ 2 കൈകളും മണ്ണ് പുരണ്ടാലും ശരി. എന്ന് പറഞ്ഞാൽ ഫഖറാണ് ഉദ്ദേശിക്കുന്നത്. ദാരിദ്ര്യം വന്നു ഭവിച്ചാലും ശരി, അത്യാവശ്യം സമ്പത്തൊന്നും ഇല്ലാത്തൊരുവളെ തിരഞ്ഞെടുത്തു, ആ സമയത്ത് സ്വാഭാവികമായിട്ടും നിനക്ക് എന്തുണ്ടാകും? നിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ മുഴുവൻ സമ്പത്ത് നീ തന്നെ കണ്ടെത്തേണ്ട വരുമൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ദീനിനു വേണ്ടി സമ്പത്തുള്ള ഒരു പെണ്ണിനെ ഒഴിവാക്കി, ദീനിനു വേണ്ടി സൗന്ദര്യമുള്ള ഒരുവളെ ഒഴിവാക്കി, ദീനുള്ളവളെ നീ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ അതിലാണ് എല്ലാ ഹൈറുമുള്ളത് എന്നാണ്. അതിനർത്ഥം സമ്പത്ത് നോക്കാൻ പാടില്ല എന്നോ, സൗന്ദര്യം നോക്കാൻ പാടില്ല എന്നോ, തറവാട് മഹിമ നോക്കാൻ പാടില്ല എന്നോ അല്ല. മറിച്ച് ഇത് ആക്ഷേപാർഹമാകുന്നത് എപ്പോഴാണ്? ദീനുണ്ടായിട്ട് ദീനുള്ളവൾ ഒഴിവാക്കി മറ്റുള്ളതിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് സഹോദരങ്ങളെ ഇതെല്ലാം സംഭവിക്കുന്നത്. ഇത് അറിയപ്പെട്ട കാര്യമാണ്. ഒരു വ്യക്തി, അയാളുടെ കുടുംബം അത് ആരംഭിക്കുന്നത് നല്ല ഒരു സാലിഹത്തായ ഒരു പെണ്ണിലൂടെയാണ്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിലേക്ക് ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം നാസറുദ്ദീൻ അൽബാനി സഹീഹാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സാലിഹ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല സാലിഹത്തായ ഒരു പെണ്ണിനെ നൽകിയിട്ടുണ്ടെങ്കിൽ ഫഖദ് അആനഹു അലാ ശത്രി ദീനിഹി, ദീനിൻ്റെ പകുതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സഹായിച്ചിരിക്കുന്നു. ദീനിൻ്റെ പകുതി രക്ഷപ്പെട്ടതുപോലെയാണത്. ഫല്യത്തഖില്ലാഹ ഫി ശത്രിൽ ബാഖി, ബാക്കിയുള്ള പകുതിയുടെ നോക്കിക്കോളൂ എന്നാണ് പറയുന്നത്. ഏകദേശം പകുതി രക്ഷപ്പെട്ട കാര്യമാണ് നല്ലൊരു പെണ്ണിനെ കിട്ടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ആരംഭിക്കുന്നത് സഹോദരങ്ങളെ എവിടെ നിന്നാണ്? നല്ലൊരു പെണ്ണിനെ, നല്ലൊരു ഭാര്യയെ തിരഞ്ഞെടുക്കുന്നതിലാണ്. അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമതായി പണ്ഡിതന്മാർ പറയാറുള്ളത് ഗർസുൽ അഖീദത്തി വൽ ഈമാൻ, കുട്ടികളുടെ പരിപാലനത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈമാനും ശരിയായ വിശ്വാസവും അവരുടെ ഹൃദയത്തിൽ നീ നട്ടുപിടിപ്പിക്കണം. ഈമാൻ, വിശ്വാസവും അതുപോലെ സഹോദരങ്ങളെ അഖീദയുമാണ് ഏറ്റവും ആദ്യമുള്ള കാര്യം. കാരണം അഖീദയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിൻ്റെ പ്രാധാന്യം. എന്താണ് അഖീദയുടെ പ്രാധാന്യം? ഒരു കെട്ടിടത്തോട് ഉപമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ എത്രമാത്രം പ്രാധാന്യമുണ്ട്, അതുപോലെയാണ് അഖീദയുടെ പ്രാധാന്യം, അല്ലേ? ഫൗണ്ടേഷൻ ഒരു നിലക്കുമില്ല, ഒന്നും നോക്കിയിട്ടില്ല എങ്കിൽ വളരെ മൊഞ്ചാക്കുന്നതിലൊക്കെ ഭയങ്കര പണിപ്പെട്ടു, ഇൻറ്റീരിയറും മറ്റുമൊക്കെ നല്ല വൃത്തി ചെയ്തു, ഫൗണ്ടേഷൻ തീരെ പോരാ, വളരെ വീക്കാണ്. ഇതേത് നേരവും നിലം പൊത്തുന്നതായിരിക്കും. ഈ ചിലവാക്കുന്നത് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. ഒരു മരത്തിനോട് ഉപമിക്കുകയാണെങ്കിൽ അതിനുള്ള വേരുകൾ പോലെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആഴത്തിൽ ഇറങ്ങിയിട്ടില്ലാത്ത വേരുകളാണെങ്കിൽ ഇത് മുകളിലേക്ക് പോകുന്നോറും അത് നിലം പൊത്താനാണ് സാധ്യത. വിശ്വാസമില്ലാതെ യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ആദ്യം ആരംഭിക്കേണ്ടത് വിശ്വാസ കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് ആദ്യം പറഞ്ഞു നൽകേണ്ടതും നുകർന്ന് നൽകേണ്ടത് വിശ്വാസ കാര്യമാണ്. എവിടെയാണ് നമുക്കിതിൽ മാതൃക? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാൻ 31-ാമത്തെ അധ്യായം 2-ാമത്തെ പേജ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഒരു പേജ് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മാതാപിതാക്കൾക്കും ഉപ്പാക്കും ഉമ്മാക്കും പഠിച്ചു മനസ്സിലാക്കാനുള്ള പേജാണ്.
പഠിച്ചു മനസ്സിലാക്കേണ്ട, അർത്ഥം മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കേണ്ട ഒരു പേജ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്താണ്, എങ്ങനെയാണ് കുട്ടികളോട് ഉപദേശിക്കേണ്ടത്, എന്താണ് ആരംഭിക്കേണ്ടത്, എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നോക്കൂ, ഒന്നാമതായിട്ട് ലുഖ്മാൻ തൻ്റെ മകന് നൽകുന്ന ഉപദേശം നിങ്ങൾ വായിച്ചു നോക്കണം. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅ്ലുഹു. ലുഖ്മാൻ തൻ്റെ മകനോട് ഉപദേശിക്കവേ പറയുകയാണ്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. യാ ബുനയ്യ, അതിലും മാതൃകയുണ്ട്. ലുത്തുഫോട് കൂടിയാണ് വിളിക്കുന്നത്, വളരെ നൈർമല്യത്തോടു കൂടിയാണ് വിളിക്കുന്നത്. കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ, ഇഷ്ടപ്പെടാൻ അതാണ് ഏറ്റവും നല്ല രീതി. യാ ബുനയ്യ, എൻ്റെ പൊന്നുമകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഒന്നാമതായി പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാണ്. ഒരു കുട്ടിക്ക് മനസ്സിലാകാനുള്ള പ്രായമെത്തിയാൽ, നമ്മൾ പറയുന്ന കാര്യം ഉൾക്കൊള്ളാനുള്ള, മനസ്സിലാക്കാനുള്ള പ്രായമെത്തിയാൽ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? തൗഹീദിൻ്റെ കാര്യമാണ്. ABCD പഠിപ്പിച്ചു കൊടുക്കലാണോ? അതൊക്കെ പിന്നീടാണ്, എല്ലാം പിന്നീടാണ്. സഹോദരങ്ങൾ, ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചിട്ടാണ്. വളരെ കൃത്യമായി ലുഖ്മാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ലാ തുശ്രിക് ബില്ലാഹ്, ഷിർക്ക് ചെയ്യരുത് എന്നാണ്. അല്ല, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് തൗഹീദ് എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഇവർക്കെന്നും ഷിർക്കും തൗഹീദൊക്കെയാണോ, ഇതൊക്കെയാണ് എല്ലായിടത്തും ചർച്ച ചെയ്യുന്നത്. വീട്ടിൻ്റെ അകത്തളങ്ങളിലും അങ്ങാടികളിലും മസ്ജിദുകളിലും എല്ലായിടത്തും സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതാണ്, തൗഹീദ് പറയുക എന്നുള്ളതാണ്. ആദ്യമായി കുട്ടിയോട് പറയുന്നത് ലാ തുശ്രിക് ബില്ലാഹ് എന്നാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം. അതിൻ്റെ കാരണം കൂടി അവിടെ വ്യക്തമാക്കി. എന്തുകൊണ്ടാണ്? കാരണം ഷിർക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അക്രമം. ഈ കുട്ടി വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഈ കുട്ടി മദ്യപിക്കുന്നതിനേക്കാൾ, ഈ കുട്ടി ലഹരിക്ക് അടിമയാകുന്നതിനേക്കാൾ, ഈ കുട്ടി കൊലപാതകിയാകുന്നതിനേക്കാൾ ഏറ്റവും ഗുരുതരമായ പാപം ഈ കുട്ടി ഒരു മുശ്രിക്കായി തീരുക എന്നുള്ളതാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന ഒരുവനായി നിൻ്റെ കുട്ടി മാറിപ്പോയാൽ സഹോദര, ഒരു കാലഘട്ടത്തിലും അവന് നരകത്തിൽ നിന്നും തിരിച്ചു വരാൻ സാധിക്കുകയില്ല. ആ അവസ്ഥയിൽ അവൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ. എത്ര ഖേദിക്കുന്ന മാതാപിതാക്കളുണ്ട് ഈ രൂപത്തിൽ ഷിർക്കൻ വിശ്വാസങ്ങളിലേക്ക് വീണിട്ട്. അതുകൊണ്ട് അത് നിസ്സാരമായ കാര്യമാണെന്ന് വിചാരിക്കരുത്. ചില ആളുകൾക്ക് അധാർമികതയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അതാണ് എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ അധാർമികതക്കുള്ള പരിഹാരവും തൗഹീദാണ്. തൗഹീദിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. യഥാർത്ഥ വിശ്വാസം ഒരാളുടെ മനസ്സിൽ കയറിയാൽ, തൗഹീദ് കൃത്യമായി അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഹക്കുകൾ തിരിച്ചറിയും, അള്ളാഹുവിനെ ബഹുമാനിക്കാൻ പഠിക്കും, ആദരിക്കാൻ പഠിക്കും, അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടാകും. ഇതൊക്കെ അവനെ ഹറാമുകളിൽ നിന്നും ബഹുദൂരം പിന്നിലേക്ക് വലിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തൗഹീദ് തന്നെയാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമോനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. എങ്ങനെയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത്? അള്ളാഹുവിന് മാത്രമായി നൽകേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നൽകുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത്. പ്രാർത്ഥനകളും സഹായതട്ടങ്ങളും അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനാണ് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാൻ സാധിക്കുക. എൻ്റെ സംസാരങ്ങളും എൻ്റെ പ്രാർത്ഥനകളും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ്. ഇവിടെ നിന്ന് ഒരാൾ വിശ്വസിക്കുകയാണ് മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ, അങ്ങ് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് അടക്കം ചെയ്തിട്ടുള്ള വഫാത്തായ ജീവനില്ലാത്ത 6 അടി മണ്ണിൽ കഴിയുന്ന മുഹീദ്ദീൻ ഷെയ്ഖിന് അത് കേൾക്കാൻ കഴിയുമെന്നും അങ്ങനെ എൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുമെന്നും ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ എത്ര വലിയ വിഡ്ഢിയാണത്, എത്ര വലിയ വിഡ്ഢിയാണത്. എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും അയാൾക്കതിന് സാധിക്കുമായിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് മരിച്ചതിന് ശേഷം? ഒരിക്കലും സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ സഹോദരങ്ങളെ ഇത് സാധിക്കുകയില്ല. ഇത് മറ്റൊരാൾക്ക് വകവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നീ അയാളെ ഇലാഹാക്കി എന്നാണ് അർത്ഥം. നീ അല്ലാതെ നീ ഇലാഹാക്കി എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞാൽ, മനസ്സുകൊണ്ട് വിശ്വസിച്ചാലെന്നല്ല. നീ ഒരാൾക്ക് അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധന മറ്റൊരാൾക്ക് നൽകിയാൽ നീ അയാളെ ഇലാഹാക്കി. അല്ലാതെ നീ ഇലാഹാക്കണമെന്ന് പ്രത്യേകം നിയത്താക്കുകയോ ഇലാഹാക്കണമെന്ന് വേറൊരു വിശ്വാസം നീ വെച്ചു പുലർത്തുകയോ വേണ്ടതില്ല. നിന്റെ പ്രവർത്തനം തന്നെ അതാണ് അറിയിക്കുന്നത്. അള്ളാഹുവിന് കൊടുക്കേണ്ട, അള്ളാഹുവാണ് ഇലാഹ്, ആ ഇലാഹിന് മാത്രം കൊടുക്കേണ്ട കാര്യം മറ്റൊരാൾക്ക് കൊടുത്താൽ നീ അവനെ ഇലാഹാക്കിയിരിക്കുന്നു. നീ മൊഹീദ്ദീൻ ഷെയ്ഖിനെ ഇലാഹാക്കിയിരിക്കുന്നു. മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് വിളിച്ചാൽ നീ മൊഹീദ്ദീൻ ഷെയ്ഖിനെ ഇലാഹാക്കിയിരിക്കുന്നു, മൊഹീദ്ദീൻ ഷെയ്ഖിനെ ആരാധിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അല്ല, ഞാൻ ആരാധിച്ചിട്ടില്ല, ഞാൻ ഇസ്തിഗാസയെ തേടിയിട്ടുള്ളൂ, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ സഹായം തേടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമല്ല. അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം നീ മറ്റൊരാൾക്ക് വകവെച്ചു കൊടുത്താൽ അയാളെ നീ ഇലാഹാക്കിയതിന് തുല്യമാണ്. അപ്പോൾ അവർ പറയും, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആരാണ് ഇവനോട് പറഞ്ഞത്? പച്ചക്കളവ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്കോ അതല്ലെങ്കിൽ സ്വാലിഹീങ്ങൾക്കോ ശുഹദാക്കൾക്കോ അള്ളാഹുവിനുള്ളതുപോലെയുള്ള ചില സിഫത്തുകൾ ഉണ്ട് എന്നുള്ളത് എവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? ഖുർആനിൽ നിന്ന് കൊണ്ടുവരൂ, ഹദീസുകളിൽ നിന്ന് കൊണ്ടുവരൂ, എവിടെയും കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മക്കളെ തൗഹീദ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യം പഠിപ്പിക്കേണ്ട കാര്യം
തൗഹീദാണ്. പിന്നീട് നോക്കൂ, ലുഖ്മാൻ തൻ്റെ മകനോട് പിന്നീട് പറയുന്നതും വിശ്വാസപരമായ കാര്യമാണ്. മുറാഖബത്തുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുറാഖബത്തിനെ കുറിച്ച് എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ലുഖ്മാൻ വായിച്ചു നോക്കണം. നിസ്കാരം പറയുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നത് വിശ്വാസ കാര്യങ്ങളാണ്, മുറാഖബത്തിനെ കുറിച്ചിട്ടാണ്. അള്ളാഹു മകനെ നിന്നെ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. നീ എന്ത് തിന്മ ചെയ്യാൻ ഒരുമ്പെട്ടാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാണാതെ നിനക്കത് ചെയ്യാൻ സാധിക്കുകയില്ല. ഈ കാര്യം ലുഖ്മാൻ മകന് പറഞ്ഞു കൊടുക്കുകയാണ്. യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫി സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. യാ ബുനയ്യ, എൻ്റെ പൊന്നുമകനെ, ആ ചെറിയ കാര്യം, ഒരു ധാന്യമണിയേക്കാളും നിസാരമായ ചെറിയ കാര്യമാകട്ടെ, ഖൈറാകട്ടെ ഷർറാകട്ടെ, നന്മയാകട്ടെ തിന്മയാകട്ടെ, അത് നീ ഒരു പാറക്കുള്ളിൽ വെച്ചാണ് ചെയ്തത്. വലിയൊരു പാറ തുറന്ന് അതിനുള്ളിൽ പോയി ചെയ്തു. അത്രയും ഇരുട്ടാണ്, ആരും കണ്ടിട്ടില്ല എന്നാണ് നീ വിചാരിച്ചത്. അല്ലെങ്കിൽ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ വെച്ച് നീ ചെയ്താലും യഅതി ബിഹല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരും. അള്ളാഹു അറിയാതെ നിനക്ക് ഒരു തിന്മയും ചെയ്യാൻ സാധിക്കില്ല മോനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ അത് രേഖപ്പെടുത്തിയിരിക്കും. നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ മുന്നിൽ അത് ഹാജരാക്കും. യഅതി ബിഹല്ലാഹ്, അള്ളാഹു അത് കൊണ്ടുവരും. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്ന ലത്തീഫാണ്, എല്ലാം അറിയുന്ന സൂക്ഷ്മജ്ഞാനിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഇത് നീ മനസ്സിലാക്കണം. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹു ലത്തീഫാണ് മകനെ, അള്ളാഹു ഖബീറാണ് മകനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ നിനക്ക് ഒരു തിന്മയും ചെയ്യാൻ സാധിക്കില്ല. ഈ വിശ്വാസമാണ് മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. എങ്കിൽ ഉപ്പ ഇല്ലാത്ത സമയത്ത് നോക്കി സിനിമ കാണുക, ഉപ്പ ഇല്ലാത്ത സമയത്ത് നിസ്കാരം പാഴാക്കുക, ഈ ഒരു ഗുണം, ഈ ഒരു ദുർഗുണം മക്കളിൽ ഉണ്ടാവുകയില്ല. കാരണം മക്കളെ പഠിപ്പിച്ചത് എന്നെ പേടിച്ച് നിസ്കരിക്കണം എന്നല്ല, ആ നിലക്ക് എന്നെ അല്ല പഠിപ്പിച്ചു കൊടുത്തത്. നമ്മുടെ ശകാരത്തിൻ്റെയും നമ്മുടെ ശൗര്യത്തിൻ്റെയും മുന്നിൽ അവരെ പിടിച്ചു നിർത്തുകയായിരുന്നില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല നീ കാണുന്നുണ്ട്, അവനാണ് നിനക്ക് ഈ കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത്, ഞാനല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് നീ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മോനെ നീ എന്നോടല്ല നന്ദി കേട് കാണിക്കുന്നത്, അള്ളാഹുവിനോടാണ് നന്ദി കേട് കാണിക്കുന്നത്. നീ പറയുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ നന്ദി കെട്ടവനായി തീരുകയാണ് എന്ന കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. മുറാഖബത്തിനെ കുറിച്ച് സഹോദരങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമാനമായ മാതൃക നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം ഒരു കുട്ടിയായിരിക്കുന്ന സമയത്താണ്, ഗുലാമാണ്, പ്രായപൂർത്തിയോടടുത്ത പ്രായം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യാ ഗുലാം, ഓ മകനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ ചില കാര്യങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തരാം. ചെറിയ കുട്ടിയോടാണ് പറയുന്നത്, ഓർമ്മ വേണം. വലുതായതിനു ശേഷമുള്ള ഇബ്നു അബ്ബാസിനോടല്ല. 13 or 14 വയസ്സുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്യങ്ങളാണ്. ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് അഖീദയാണ്, വിശ്വാസമാണ്. ഇഹ്ഫളില്ലാഹ് യഹ്ഫളുക്, ഇഹ്ഫളില്ലാഹ് തജിദ്ഹു തുജാഹക്. ഇഹ്ഫളില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളെ നീ സംരക്ഷിക്കണം, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഹറാം ഹലാലുകൾ നീ കൃത്യമായി പാലിക്കണം. എങ്കിൽ യഹ്ഫൾക്ക്, എല്ലാ ഷർറിൽ നിന്നും അള്ളാഹു നിന്നെ കാത്തോളും, അള്ളാഹു നിന്നെ സംരക്ഷിച്ചോളും. ഇഹ്ഫളില്ലാഹ് തജിദ്ഹു തുജാഹക്, അള്ളാഹുവിൻ്റെ ദീനി നിയമങ്ങൾ നീ പാലിച്ചാൽ എവിടെയും നിനക്ക് അള്ളാഹുവിന് സഹായിയായി കണ്ടെത്തുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നോടൊപ്പം തന്നെ ഉണ്ടാകും. എന്നിട്ട് പറയുന്നത് നോക്കൂ, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, മോനെ നീ ചോദിക്കുമ്പോൾ അള്ളാഹിനോട് ചോദിക്കണം. വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം തേടുമ്പോൾ അള്ളാഹിനോട് സഹായം തേടണം. ചെറിയ കുട്ടിയോട് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട്, സഹായം തേടേണ്ടത് അള്ളാഹുവിനോട്. എന്നാൽ ഇവിടെ ചില ആളുകളെ പഠിപ്പിക്കുന്നത് എന്താണ്? സഹായം തേടിയാൽ കുഴപ്പമില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ്, അപ്പോൾ നീ മാതാപിതാക്കളോട് സഹായം തേടാറില്ലേ, പല ആവശ്യങ്ങൾക്ക് ചോദിക്കാറില്ലേ, ഡോക്ടറോട് ചോദിക്കാറ്. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കിനോട് ഇവൻ എന്തു ബഹുമാനമാണുള്ളത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉദ്ദേശിച്ചത്? വളരെ വ്യക്തമാണ്. സഹായതേട്ടങ്ങളാകട്ടെ സഹോദരങ്ങളെ, അത് 2 രൂപത്തിലുണ്ടെന്നുള്ളത് എല്ലാ ബുദ്ധിയുള്ള മനുഷ്യർക്കും അറിയുന്ന കാര്യമാണ്. മനുഷ്യന്മാർ പരസ്പരം പല കാര്യങ്ങളും സഹായം തേടും. അതൊന്ന് എടുത്തു തരുമെന്ന് പറഞ്ഞാൽ അതൊരു സഹായതേട്ടമാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മുഹൈദ്ദീൻ ഷെയ്ഖ് കാക്കണ എന്ന് പറയുന്നത്, അതുപോലെ ഒരു കുപ്പി വെള്ളം ഇങ്ങ് എടുത്തു തരുമെന്ന് പറയുന്നത് ഒരുപോലെയാണെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണോ മനുഷ്യർ? ഒരിക്കലുമല്ല. ഇതൊന്നും അങ്ങനെ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പ്രാർത്ഥന എന്താണെന്നും പ്രാർത്ഥന അല്ലാത്ത സാധാരണ ഘട്ടത്തിലുള്ള സഹായതേട്ടങ്ങൾ എന്താണെന്നും എല്ലാവർക്കും അറിയാം. ഇത് രണ്ടിനെയും കൂട്ടിക്കുഴച്ചുകൊണ്ട് യഹൂദികൾ ചെയ്ത പണിയാണ് ഇവർ ചെയ്യുന്നത്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, നിങ്ങൾ ഹക്കും ബാത്തിലും കൂട്ടിക്കുഴക്കരുതെന്ന് യഹൂദികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. മുസ്ലിം ഉമ്മത്തിലെ പിഴച്ചുപോയ പുരോഹിതന്മാർ യഹൂദികളോടാണ് സാദൃശ്യം എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞത് എത്ര സത്യമാണ്. കാരണം അവർക്ക് അറിവുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ചെയ്യുകയില്ല.
അവർക്ക് അറിവുണ്ട്, അവർ അതിനനുസരിച്ച് ചെയ്യുകയല്ല, കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ചെയ്യുന്നത്. വൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ ചെയ്യുന്നത്, നിങ്ങൾക്കിതിന് വലിയ തെളിവില്ല, നിങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യമുണ്ട്. പക്ഷെ പിടിച്ചു നിൽക്കണം. ഭൗതികമായ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, പറഞ്ഞതിൽ പിടിച്ചു നിൽക്കണം. കാക്കകാരന്മാരുടെ ദീനിൽ തന്നെയാണെന്ന് ഞാനൊന്ന് ഉറപ്പുവരുത്തണം. അതിൽ തന്നെ മരിച്ചു പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതല്ലാത്ത യഥാർത്ഥ മാർഗത്തിലേക്ക് വരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ വളരെ കൃത്യമാണ് സഹോദരങ്ങളെ, സഹായതട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് ചോദിച്ചിട്ടില്ല, അല്ല ഞാൻ ഉപ്പാനോടും അബ്ബാസ് റളിയല്ലാഹുവിനോട് ഞാൻ ഇന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ, ഉമ്മാനോട് അടുക്കളയിൽ നിന്ന് വെള്ളം ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? തർക്കുത്തരം പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറയുകയില്ല. കാരണം ഈ ഉദ്ദേശിക്കുന്നത് അള്ളാഹിനോട് ചോദിക്കേണ്ട സഹായതട്ടം അള്ളാഹിനോടെ ചോദിക്കാൻ പാടുള്ളൂ എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നോക്കൂ സഹോദരങ്ങളെ, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ഇത് ചെറിയ പ്രായത്തിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്താൽ അവർക്കുണ്ടാകുന്ന ഈമാനികമായ വർധനവ് എത്രമാത്രമായിരിക്കും. മോനെ, എല്ലാ ആളുകളും, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു, എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതിയതല്ലാതെ നിനക്ക് ലഭിക്കുകയില്ല, അല്ലേ? അവൻ എല്ലാവരും കൂടിയിട്ട് നിനക്ക് ഖൈർ കൊണ്ടുതരാൻ ശ്രമിച്ചാലും സാധിക്കുകയില്ല, അള്ളാഹു എഴുതിയതുണ്ട്. അതുകൊണ്ട് നീ ഹലാലായ മാർഗത്തിൽ പോകണം. നീ എന്തൊക്കെ പരിശ്രമിച്ച് തലകുത്തി മറിഞ്ഞാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയത് നിനക്ക് കിട്ടുകയുള്ളൂ. ഹലാലിലൂടെ നീക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം തേടിക്കൊണ്ട് നീ മുന്നേറണം. വലൗ ഇജ്തമഉ അലാ യദുറുക ബിശൈഇൻ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. അതുപോലെ തന്നെ എല്ലാ ഉമ്മത്തിലെ മുഴുവൻ ആളുകളും കൂടി നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും അള്ളാഹു ഉദ്ദേശിച്ചതല്ലാത്ത ഒരു പൊടി ഉപദ്രവം നിനക്ക് ഏൽക്കുകയില്ല. ചെറിയ പ്രായത്തിൽ തന്നെ ധൈര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പേടിക്കാനല്ല. ചെറിയ പ്രായത്തിൽ കുട്ടിക്ക് ധൈര്യം ഉണ്ടാവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലല്ലാതെ ഇവിടെ ഒന്നും എനിക്കൊരു ഉപദ്രവം ഏൽക്കാൻ പോകുന്നില്ല. അല്ല, ആളുകൾ പലപ്പോഴും ദീൻ ഉപേക്ഷിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദീനിൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ മുന്നിൽ ഇറങ്ങിയാൽ എനിക്ക് ചിലപ്പോൾ കച്ചവടം നന്നാവില്ല, അതുകൊണ്ട് ഞാൻ ദീനിൻ്റെ ഐഡൻറ്റിറ്റിയൊക്കെ മാറ്റി വെക്കണം. അത് പേരിൽ മാറ്റാൻ പറ്റും, പേരിൽ മാറ്റും, കോലത്തിൽ മാറ്റാൻ പറ്റും, കോലത്തിൽ മാറ്റും. കാരണം അങ്ങനെയാണെങ്കിൽ ഭൗതികം വെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ആ രൂപത്തിൽ നീ കുറച്ച് പ്രൊഫഷണലായിട്ട് ആ രൂപത്തിൽ അങ്ങനെ ഇസ്ലാമിൻ്റെ കോലമൊക്കെ മാറ്റി വെക്കണം, എന്നാലേ ഉള്ളൂ അവന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരുപാട് നേടാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇല്ല, സമൂഹം മുഴുവനും ഉദ്ദേശിച്ചാലും ശരി അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതാത്തത് നിനക്കൊന്നും കിട്ടുകയില്ല. പിന്നെ നീ എന്ത് നഷ്ടപ്പെടുത്തിയിട്ട് എന്താണ് കാര്യമുള്ളത്? അള്ളാഹു എഴുതിയതേ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ആളുകളെ പേടിച്ചിട്ട് ദീൻ്റെ പലതും ഒഴിവാക്കുന്ന ആളുകളോടും പറയാനുള്ളത് ഇതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ചില ഉപദ്രവങ്ങൾ ഏൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതുമാത്രമേ ഏൽക്കുകയുള്ളൂ, അതിനപ്പുറത്തൊന്നും ഏൽക്കുകയില്ല. നീ അതിനുവേണ്ടി ദീൻ ഉപേക്ഷിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, അള്ളാഹു ഉദ്ദേശിച്ചത് സംഭവിക്കുകയുള്ളൂ. ചെറിയ പ്രായത്തിൽ സഹോദരങ്ങളെ, മഹാൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ പാഠം. അപ്പോൾ രണ്ടാമതായി നമ്മൾ പറഞ്ഞ പോയിന്റ് അതാണ്. എന്താണ്? വിശ്വാസ കാര്യങ്ങൾ വളരെ കൃത്യമായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികളല്ലേ, അവരെ വേറെന്തെങ്കിലുമൊക്കെ അല്ല, നിസ്കാരത്തിന് മുമ്പ് പഠിപ്പിക്കേണ്ട കാര്യമാണിത്. നിസ്കാരം 7 വയസ്സാകുമ്പോഴാണ് നമ്മൾ കൽപ്പിക്കുക. അതിനു മുമ്പേ വിശ്വാസ കാര്യങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച്, ആരാണ് അള്ളാഹു, എവിടെയാണ് അള്ളാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിനെക്കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച്, അവനെ പേടിക്കേണ്ടതിനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മക്കളുടെ പരിപാലനത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കസ്റത്തു ദുആ, ധാരാളമായി ദുആ ചെയ്യുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ധാരാളമായി ദുആ ചെയ്യണം. യഥാർത്ഥത്തിൽ ഈ ദുആ ആരംഭിക്കുന്നത് കുട്ടികൾ ഉണ്ടായിട്ട് പോലുമല്ല, കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദുആ ചെയ്യണമെന്നാണ്. കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദുആ ചെയ്യുന്നത് നമുക്ക് അമ്പിയാക്കളിൽ മാതൃകയുണ്ട്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദുആ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബെ എനിക്ക് സാലിഹീങ്ങളിൽ നിന്നും സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഒരു നബിയാണ്. നബിയാകുമ്പോൾ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻ്റാണ്, ഞാൻ എന്തായാലും നബിയാണ്, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നല്ല മക്കളെ നൽകും, ഞാൻ നല്ല ആളാണല്ലോ. അങ്ങനെയല്ല അദ്ദേഹം ചിന്തിക്കുന്നത്. അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. നമ്മളൊക്കെ എത്രമാത്രം ദുആ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയത്തി, റബ്ബേ എന്നെയും എൻ്റെ സന്താന പരമ്പരയിലുള്ളവരെയും നിസ്കാരം നിലനിർത്തുന്നവരിൽ നീ ഉൾപ്പെടുത്തണമേ എന്നാണ്. മുഖീമിസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണം. അല്ലെ, ചില മാതാപിതാക്കളൊക്കെ പരാതി പറയാറുണ്ട്, മക്കൾ നിസ്കരിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ആ മാതാപിതാക്കളോട് ആദ്യം ചോദിക്കാനുള്ളത്, എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഈ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയത്തി. നമുക്ക് വേണ്ടിയും ദുആ ചെയ്യണം. നമ്മളിപ്പോൾ 5 നേരം നിസ്കരിക്കുന്നുണ്ട് എന്നുള്ള കാരണത്താൽ എന്നും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. നമ്മൾ അള്ളാഹുനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം, എപ്പോഴും നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. അല്ല, എത്ര ആളുകൾ കണ്ടിരിക്കുന്നു വഴിതെറ്റിപ്പോകുന്നത്. ഒരു കാലത്ത് നല്ല നിലക്ക് നിസ്കരിച്ചിരുന്ന ആളുകൾ പിന്നീട് വഴിതെറ്റിപ്പോകുന്നത്.
അപ്പം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട കാര്യം റബ്ബി ജഅൽനി മുഖീമസ്സല, അള്ളാഹു എപ്പോഴും നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം. വമിൻ ദുരിയത്തി, എൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരെയും മക്കളെയും വളരെ കൃത്യമായി പ്രാർത്ഥിക്കേണ്ട കാര്യമാണത്. അതുകൊണ്ട് സഹോദരങ്ങൾ, അത് മറന്നു പോകാൻ പാടില്ല. ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് കാണാം, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. റബ്ബേ, എനിക്ക് ത്വയ്യിബായ നല്ല മക്കളെ നീ നൽകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നീ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. ഇനി സൂറത്തുൽ ഫുർഖാൻ അതിൻ്റെ അവസാനത്തെ ഇബാദുർ റഹ്മാനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ, നല്ലവരായ ആളുകൾ, മുത്തഖീങ്ങൾ. ആ മുത്തഖീങ്ങളുടെ ഒരു വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അവരുടെ ഒരു പ്രാർത്ഥന, റബ്ബന ഹബ്ലന, അവർ പ്രാർത്ഥിക്കും, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വസുർരിയാതിന ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരിലും അതുപോലെ സന്താനങ്ങളിലും നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് മുന്നിൽ നിൽക്കാവുന്ന ഇമാമുമാരാക്കി ഞങ്ങൾ മാറ്റണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദുആ ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണിത്. അല്ലാതെ അവരുടെ വിശേഷണം അവരിങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് ചരിത്രം പറയാനല്ല. ഈ പ്രാർത്ഥനകൾ നമുക്ക് ഈ ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കണം. മാതാപിതാക്കളുടെ പ്രാർത്ഥനകളാണെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് സ്വീകരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണയിട്ട് പറയുകയാണ്. സലാസു ദഅവാതിൻ മുസ്തജാബാതുൻ ലാ ശക്ക ഫീഹിൻ, 3 ദുആകളുണ്ട് മുസ്തജാബാതുൻ, അത് ഉത്തരം നൽകപ്പെടുന്നതാണ്. ലാ ശക്ക ഫീഹിൻ, അതിൽ സംശയമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒന്നാമതായി പറഞ്ഞത് ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കളുടെ ദഅവത്താണ്, അവരുടെ പ്രാർത്ഥനയാണ് എന്നാണ് പറയുന്നത്. വ ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥനയുണ്ട്. വ ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കളുടെ പ്രാർത്ഥന അത്രമേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ് പറയുന്നത്. ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിൻ്റുണ്ട്. മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നുള്ളതാണ്. മാതാപിതാക്കളെതിരെ പ്രാർത്ഥിക്കുമോ? എതിരെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മക്കൾക്കെതിരെയും വീടിനെതിരെയും സ്വന്തത്തിനെതിരെയും ഒക്കെ ലഅനത്ത് പറയുന്ന, ശാപവാക്കുകൾ പറയുന്ന, നശിക്കട്ടെ എന്ന് പറയുന്ന വിവരമില്ലാത്ത ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരായ മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. വയദുൽ ഇൻസാനു ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈർ, മനുഷ്യരിൽ ചിലരുണ്ട് അവർ ഖൈർ ദുആ ചെയ്യുന്നത് പോലെ തന്നെ ഷർറും ദുആ ചെയ്യും. വകാനൽ ഇൻസാനു അജൂല, മനുഷ്യൻ വളരെ തിരക്ക് കൂട്ടുന്നവനാണ്. കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തകിടം പറയുമ്പോഴേക്കും എല്ലാം നശിക്കട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. കുട്ടികളിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുകൾ കാണുമ്പോഴേക്കും ഇനി ഒരു കാലത്തും ഗുണം പിടിക്കുകയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി പറയാൻ, ലാ തദ്ഉ അലാ അൻഫുസിക്കും, നിങ്ങൾ സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കരുത്. വലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ കുട്ടികൾക്കെതിരെയും പ്രാർത്ഥിക്കരുത്. എന്താണ് കാരണം? അതുപോലെ വലാ തദ്ഉ അലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിനെതിരെയും പ്രാർത്ഥിക്കരുത്. ലാ തുവാഫിഖു മിനല്ലാഹി സാഅതൻ യുസ്അലു ഫിഹാ അതാ ഫയസ്തജീബ ലക്കും, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനോട് നിന്റെ പ്രാർത്ഥന എങ്ങാനും യോജിച്ചു വന്നാൽ അതിന് ഉത്തരം ചെയ്യപ്പെടും. നീ ശാപവാക്ക് പറഞ്ഞത് അതുപോലെ ഫലിക്കപ്പെട്ടാൽ സഹോദര, പിന്നെ നിന്റെ കുട്ടികൾ ഈ രൂപത്തിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ജീവിച്ചു പോകുന്നത് നിനക്കൊരു വേള നിന്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. അവരൊരു പക്ഷെ തിരിച്ചു വന്നേക്കണമെന്നില്ല. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇതെന്ന് മനസ്സിലാക്കണം. മഹാനായ പണ്ഡിതന ഷെയ്ഖ് അബ്ദുർ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുമുല്ലാ, അദ്ദേഹത്തിൻ്റെ ദർസിൽ വളരെ മനോഹരമായി അത്ഭുതകരമായ ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ കാബയുടെ ആ ഹജറുൽ അസ്വദിൻ്റെ അവിടെ പിടിച്ചു നിൽക്കുന്ന ഒരു പോലീസുകാരൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കഥയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഹജറുൽ അസ്വദിൻ്റെ അവിടെ ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കയറ് പിടിച്ചൊരു പോലീസുകാരൻ നിൽക്കാറുണ്ട്, ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്. അദ്ദേഹം പറഞ്ഞൊരു കഥയാണ്. ഈ വ്യക്തി പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ആദ്യ കാലത്തായതുകൊണ്ട് അദ്ദേഹം നന്നായി ഓർക്കുന്നുണ്ട് ഈ പോലീസുകാരൻ. അയാൾ ആദ്യ സമയത്ത് അങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു വ്യക്തി വളരെ ശക്തമായി ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഇയാൾ ശ്രദ്ധിച്ചു. കാരണം ആദ്യ കാലത്തിലായതുകൊണ്ട് ശ്രദ്ധിച്ചത് അയാൾക്ക് നല്ല ഓർമ്മയുണ്ട്. അയാൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ, നീ ജനങ്ങൾക്കെല്ലാം കുട്ടികളെ നൽകിയിട്ടുണ്ട്. അറബിയിൽ പറയാൻ, ജനങ്ങൾക്കെല്ലാം നീ കുട്ടിയെ നൽകിയിട്ടുണ്ട്, എനിക്ക് നൽകിയിട്ടില്ല. അല്ലാഹു, നീ എനിക്കൊരു കുട്ടിയെ നൽകണം എന്ന് പറഞ്ഞ് ആവർത്തിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. ഈ വ്യക്തി ആളൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് സംഭവം നടക്കുന്നത് കൃത്യം 18 വർഷങ്ങൾക്ക് ശേഷമാണ്. 18 വർഷങ്ങൾക്ക് ശേഷം ഈ വ്യക്തി ഇതേ സ്ഥലത്ത്, അഥവാ
കാബയുടെ ഹജറുൽ അസ്വദിൻ്റെയും വാതിലിൻ്റെയും ഇടയിൽ മുൽത്തസം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നെഞ്ച് ചേർത്ത് പ്രാർത്ഥിച്ചാൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്നുള്ളത് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ വെച്ച് വീണ്ടും ഇയാൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതേ കരച്ചിൽ, ഇതേ ശബ്ദം കേട്ടപ്പോൾ 18 വർഷം കഴിഞ്ഞെങ്കിലും ഇയാൾക്കിത് ഓർക്കാനിടയായി. ഇയാളെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ അതേ വ്യക്തിയാണ്. പക്ഷെ ഇത്തവണ അയാൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹു മഹ്ലിക് വലത്, അള്ളാഹു ഇവനെ എൻ്റെ മകനെ നശിപ്പിക്കണമെന്നാണ്. ഇത് കേട്ട ഉടനെ ഇയാൾക്ക് അത്ഭുതമായി. ഈ പോലീസുകാരന് അത്ഭുതമായി. കാരണം ഇയാൾ 18 വർഷം മുമ്പ് കുട്ടി ഉണ്ടാകാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ആ കുട്ടിയെ നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക, എന്ത് അത്ഭുതമാണിത്. അയാൾ ഉടനെ തന്നെ ആ ജോലി തൻ്റെ കൂടെയുള്ള പോലീസുകാരനെ ഏൽപ്പിച്ചിട്ട് അതിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ഈ മനുഷ്യൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഒരു 18 വർഷം മുമ്പ് നിങ്ങളിവിടെ വന്ന് ഇതേപോലെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളാണോ നിങ്ങൾ? അയാൾ പറഞ്ഞു അതെ. അയാൾ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇത് ആ കുട്ടിക്കെതിരെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്? അയാൾ പറഞ്ഞു അതെ. പോലീസുകാരൻ പറഞ്ഞു എങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യം നിങ്ങളുടെ കുട്ടിയോട് ളുൽമ ചെയ്തിരിക്കുന്നു. കാരണം നിങ്ങൾ ഒന്നാമതായി ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹു മുർസുഖ്നി വലദൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ, എനിക്കൊരു കുട്ടിയെ വേണം. വലദൻ സാലിഹ് എന്ന് പറഞ്ഞിട്ടില്ല, സാലിഹായ കുട്ടിയെ വേണം നീ പറഞ്ഞിട്ടില്ല. അവിടെ നീ ഒരു കുട്ടിയെ വേണമെന്നാണ് പറഞ്ഞത്. അല്ലാഹു നിനക്കൊരു കുട്ടിയെ തന്നു. ഇപ്പോൾ ആ കുട്ടി മോശമായപ്പോൾ നീ എന്താ പ്രാർത്ഥിക്കുന്നത്? നശിക്കട്ടെ എന്നാണ്. മാതാപിതാക്കൾ നശിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരു കുട്ടി മോശമായിപ്പോയി, പറയുന്നത് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, അങ്ങേയറ്റം എത്താവുന്നതിൽ ഏറ്റവും ദുർമാർഗിയായി മാറി. അപ്പോൾ പോലും സഹോദര, നമ്മൾ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. മറിച്ച് ഹിദായത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ വിവരമുള്ള പോലീസുകാരൻ ഇയാളോട് പറഞ്ഞു കൊടുക്കാൻ, ഞാൻ നിനക്ക് അവിടെ സ്ഥലം ഒരുക്കി തരാം, നീ ഇങ്ങോട്ട് വരൂ, നിന്റെ മകന് വേണ്ടി നീ ഹിദായത്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇവിടെ വെച്ച് പ്രാർത്ഥിക്കൂ, ഉടനെ തന്നെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഹിദായത്തിന് പ്രാർത്ഥിക്കാൻ പറയാൻ അയാൾ അവിടെ വെച്ച് ഹിദായത്തിന് പ്രാർത്ഥിക്കുന്നു. സംഭവം അവിടെ കഴിയാൻ. പിന്നീട് കൃത്യം 1 വർഷത്തിന് ശേഷം ഈ മകനെയും കൂട്ടിയിട്ട് ഈ പോലീസുകാരനെ നേരത്തെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകണം. പോലീസുകാരൻ്റെ അടുക്കലേക്ക് ഈ ഉപ്പ വരികയാണ് മകനെയും കൂട്ടിയിട്ട്. അവിടെ എത്തിയ ഉടനെ തന്നെ സലാമൊക്കെ പറഞ്ഞിട്ട് മകനോട് ഈ ഉപ്പ പറയാൻ, നീ ആ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറയാൻ. അങ്ങനെ ആ മകൻ ഈ പോലീസുകാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ ഉപ്പ ഏതൊരു സമയത്താണോ താങ്കളുടെ നിർദ്ദേശപ്രകാരം എനിക്ക് വേണ്ടി ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്ത് അതേ സമയത്ത് എൻ്റെ നാട്ടിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഹിദായത്ത് നൽകിയെന്നാണ്. ഞാൻ ഉടനെ തന്നെ വുളു എടുത്ത് നിസ്കരിക്കാനൊക്കെ ആരംഭിച്ചു എന്നാണ്. ഇവൻ എല്ലാ നിലക്കുമുള്ള മദ്യത്തിലും ലഹരിയിലും അകപ്പെട്ടു എന്നാണ് ഇവനെക്കുറിച്ച് പറയപ്പെടുന്നത്. ഇവൻ നിസ്കരിക്കാത്തവനായി മാറിയെന്നാണ് ഇവനെക്കുറിച്ച് പറയപ്പെടുന്നത്. അവനെല്ലാം ഉപേക്ഷിച്ച് അവൻ ദുആ ചെയ്തതിൻ്റെ ഫലമായിട്ട് നിസ്കരിക്കാൻ ആരംഭിച്ചു. നല്ല സാലിഹായ മകനായി 1 വർഷത്തിന് ശേഷം ഉംറ ചെയ്യാൻ വേണ്ടി ഉപ്പയുടെ കൂടെ മക്കയിലേക്ക് എത്തി എന്നുള്ളതാണ് പറയുന്നത്. നോക്കൂ, മാതാപിതാക്കളുടെ പ്രാർത്ഥന സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് മക്കൾ എങ്ങനെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിപ്പോയിട്ടുണ്ട് എങ്കിലും നമ്മൾ നിരാശയോടുകൂടി അവർക്കെതിരെ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യരിൽ പലരും എന്ത് ചെയ്യും? അവരുടെ അവിവേകമാണ്. അവർക്ക് ദേഷ്യം വന്നാൽ, അവർക്ക് ദേഷ്യം സഹിക്കാൻ പറ്റാതെ വന്നാൽ മക്കൾക്കെതിരെ, സമ്പത്തിനെതിരെ, എല്ലാത്തിനുമെതിരെ, അവരുടെ വാഹനത്തിനെതിരെ വരെ ശപിക്കുന്ന അവസ്ഥകൾ ആളുകൾക്ക് ഉണ്ടാകും. ഇത് മനുഷ്യൻ്റെ ജഹലിൽപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് സഹോദരങ്ങളെ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നന്നായി ദുആ ചെയ്യണമെന്നുള്ള കാര്യമാണ്. 4ാമത്തെ കാര്യം പണ്ഡിതന്മാർ പറയുന്നത് അത്തഹ്സീനു ബിൽ അദ്കാർ, ദിക്റുകൾ കൊണ്ടുള്ള കോട്ടവലയം നീ ഒരുക്കി കൊടുക്കണം. നിന്റെ മക്കൾക്ക് ദിക്റുകൾ കൊണ്ടുള്ള കോട്ടവലയം നീ ഒരുക്കി കൊടുക്കണം, തഹ്സീൻ ഉണ്ടാക്കണം. അവരെ കൃത്യമായി പൈശാചികമായ ഷർറുകളിൽ നിന്നും, എല്ലാ രൂപത്തിലുള്ള ഷർറുകളിൽ നിന്നും അള്ളാഹു പഠിപ്പിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളിലൂടെ അവരെ സംരക്ഷിക്കണമെന്നുള്ളതാണ് പറയുന്നത്. ഇതും സഹോദരങ്ങളെ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ആരംഭിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഈ ദിക്റുകൾ ആരംഭിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൗ അന്ന അഹദഹും ഇദാ അറാദ അൻ യഅതി അഹ്ല, നിങ്ങളിൽ ഒരാൾ തൻ്റെ ഭാര്യയുമായി വേഴ്ച നടത്താൻ വേണ്ടി ഒരുങ്ങിയാൽ, ഭാര്യയുമായി ബന്ധപ്പെടാൻ ഒരുങ്ങിയാൽ, ഖാല, അവൻ ഇപ്രകാരം പറയുന്നു, ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ, അള്ളാഹു പിശാചിനെ ഞങ്ങളിൽ നിന്നും അകറ്റണമേ, വജന്നിബി ശൈത്താന മാ റസഖ്തന, നമുക്ക് റിസ്ക്കായി നൽകുന്ന കുട്ടിയിൽ നിന്നും അള്ളാഹു പിശാചിനെ അകറ്റണമേ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമാ വലദുൻ ഫീ ദാലിക് ലം യദുർറഹു ശൈത്താനുൻ അബദ, അതിലെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും അവൻ സുരക്ഷിതനായിരിക്കും, പിശാചിൻ്റെ ഉപദ്രവം അവൻ ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കുട്ടിക്ക് വേണ്ടിയുള്ള സംരക്ഷണം, അത് ചൊല്ലാനുള്ള വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി കുട്ടി ഉണ്ടായതിനു ശേഷം ചെറിയ കുട്ടികൾക്ക് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികളാണ്, അവരെ മന്ത്രിക്കുമായിരുന്നു എന്നുള്ളതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരമക്കളായ ഹസനിനും ഹുസൈനിനും വേണ്ടി എന്ത് ചെയ്യാറുണ്ടായിരുന്നു? രക്ഷ തേടാറുണ്ടായിരുന്നു. ആരോട്? അള്ളാഹുവിനോട്. എന്താണ് ചൊല്ലാറുണ്ടായിരുന്നത്? ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഉഈദുകുമാ, ഞാനിതാ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാനിതാ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. ബികലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവിൻ്റെ പരിപൂർണമായ വചനങ്ങൾ കൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു. എന്തിൽ നിന്ന്? മിൻ കുല്ലി ഷൈത്താനിൻ, എല്ലാവിധ പിശാചിൻ്റെ ഷർറിൽ നിന്നും, വഹാമ്മ, ഉപദ്രവിക്കുന്ന എല്ലാ ജന്തുക്കളിൽ നിന്നും, വമിൻ കുല്ലി ഐനിൻ ലാമ്മ, എല്ലാ ദുഷ്ട കണ്ണുകളിൽ നിന്നും, കണ്ണേറിൽ നിന്നും ഞാനിത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണ് എന്ന് പറയാൻ. കുട്ടികൾക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ. അല്ല, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്. ചെറിയ കുട്ടികൾക്ക് കണ്ണേറുണ്ടാകും. ആളുകൾ അത്ഭുതത്തോടു കൂടി നോൽക്കുകയും അങ്ങനെ ബാറക്കല്ലാ, ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതിയാൽ തന്നെ കണ്ണേർ സംഭവിക്കാം. സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏൽക്കാതിരിക്കാൻ, കുട്ടിക്ക് അങ്ങനെ ഒരു ഷർറ് ഏൽക്കാതിരിക്കാൻ ചെറിയ പ്രായത്തിൽ മന്ത്രിക്കുമായിരുന്നു എന്നുള്ളതാണ്. തീർന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അറിയിക്കുകയാണ്, കാന അബൂക്കും യുഅവ്വിദു ബിഹിമാ ഇസ്മാഈല വ ഇസ്ഹാഖ്. ഹസനോട് ഹുസൈനോട് പറയാണ്, നിങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ പൂർവ്വപിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കളായ ഇസ്മായിലിനും ഇസ്ഹാക്കിനും ഈ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു പറയാറുണ്ടായിരുന്നു. ഇതുകൊണ്ട് മന്ത്രിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ പാരമ്പര്യമുള്ള ദിക്റാണ്, ദുആയാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറിയ കുട്ടികൾക്ക് എന്ത് ചെയ്തു കൊടുക്കുക? ഈ രൂപത്തിലുള്ള കണ്ണേർ ഏൽക്കാതിരിക്കാനുള്ള, വിഷജന്തുക്കളുടെ ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ നമ്മൾ കൃത്യമായി ചെയ്തു കൊടുക്കുക. അതിനുശേഷം പണ്ഡിതന്മാർ പറയുന്നത്, അവർ പിന്നീട് അവർക്ക് സംസാരിക്കാനുള്ള, ചൊല്ലാനുള്ള, ദിക്റുകൾ ചൊല്ലാനുള്ള പ്രായമായാൽ ആ ദിക്റുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പഠിപ്പിക്കുന്നത് പോലെ ഓരോ കാര്യങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും സഹോദരങ്ങളെ ആയത്തുൽ കുർസി ഓതാൻ പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ അവർക്ക് ചൊല്ലാൻ പറ്റുന്ന പ്രായത്തിൽ അവരോട് ഇത്തരം ദിക്റുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ദിക്റുകൾ ചെറിയ പ്രായത്തിലെ ശീലമായാൽ ഈ രൂപത്തിലുള്ള ഷർറുകളൊന്നും അവരെ ഏൽക്കുകയില്ല എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് വലിയ ഉപകാരം ചെയ്യുമെന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നാലാമത്തെ ഈ പോയിന്റ് സഹോദരങ്ങളെ, തഹ്സീനു ബിൽ അദ്കാർ, ദിക്റുകൾ കൊണ്ട് അവർക്ക് സംരക്ഷണ വലയം ഒരുക്കുക എന്നുള്ള കാര്യമാണ്. അഞ്ചാമതായി പണ്ഡിതന്മാർ പറയുന്നു, ഇഖ്തിയാറു അൽ അസ്മാഇ ത്വയ്യിബ. കുട്ടിക്ക് ജനിച്ച ഉടനെ നമ്മൾ പേരിടും. ആ പേര് നല്ല പേരിടാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നല്ല പേരുകൾ ഇടുക എന്നുള്ളതിന് വലിയ സ്വാധീനമുണ്ട്. ആ കുട്ടിയുടെ സ്വഭാവമായിട്ടൊക്കെ അത് സ്വാധീനമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ലികുല്ലി റജുലിൻ മിൻ ഇസ്മിഹി നസീബ്, എല്ലാ മനുഷ്യനും അയാളുടെ പേരിൽ നിന്നൊരു നസീബുണ്ട് എന്ന് പറയപ്പെടാറുണ്ട്. ഹദീസല്ല, അങ്ങനെ പറയപ്പെടാറുണ്ട്. അതുകൊണ്ട് നല്ല പേരിട്ട് കഴിഞ്ഞാൽ നല്ല സ്വാധീനം ഉണ്ടാവും. മാത്രമല്ല, നല്ല പേരിട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് നമുക്ക് ആ പേരുമായി ബന്ധപ്പെടുത്തി അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പണ്ഡിതന്മാർ പറയാൻ, നീ അബ്ദുള്ള എന്ന് പേരിട്ട് കൊടുത്താൽ നിനക്ക് കുട്ടിയോട് പറയാം, മോനെ നിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ്. നീ അള്ളാഹുവിനെ അടിമപ്പെടാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ആളുകളുടെ അടിമയല്ല നീ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ നിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, മകനെ നമ്മുടെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് നിൻ്റെ പേര്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നല്ല സ്വഭാവം വെച്ച് പുലർത്തണം. ആ പേരിന് കളങ്കമുണ്ടാകുന്ന സ്വഭാവം നിന്നിൽ ഉണ്ടാകാൻ പാടില്ല. നല്ല നല്ല സ്വഹാബികളുടെ പേര്, അതിന് പിന്നിൽ ചരിത്രമുണ്ടെങ്കിൽ അവർ ആ ചരിത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുക്കുക. നിൻ്റെ പേര് ഇങ്ങനെയാണ്, നിന്ന ആളുടെ പേരാണ് നിനക്കുള്ളത്. ഇതൊക്കെ എപ്പോഴും സാധിക്കുള്ളൂ. നല്ല നല്ല പേരുകൾ തിരഞ്ഞെടുക്കണം, ആണിനാകട്ടെ പെണ്ണിനാകട്ടെ. എന്തെങ്കിലുമൊക്കെ അർത്ഥങ്ങൾ കിട്ടുന്ന, എന്തെങ്കിലുമൊക്കെ വായിൽ കൊള്ളാൻ ഇഷ്ടമുള്ള റേറ് പേര്, ഇതൊക്കെയാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. യഥാർത്ഥത്തിൽ പേരിടുന്ന സമയത്ത് അതിൻ്റെ സുന്നത്തിനെതിരായ കാര്യമാണ് ഒരു നാട്ടിൽ പ്രചാരമില്ലാത്ത പേര് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. എന്നാൽ ആളുകൾ പലപ്പോഴും നേരെ എതിരാണ്. നാട്ടിൽ തീരെ ആർക്കും അറിയാത്തൊരു പേരാണ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും ഭാഷയിലൊക്കെ ആയിരിക്കും. അർത്ഥം ചോദിച്ചാൽ നമുക്ക് കിട്ടുകയില്ല, കാരണം അത് അറബി ആയിരിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പേര്, നല്ല പേരുകൾ തിരഞ്ഞെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നല്ല നിലക്ക് ആ കുട്ടികൾക്ക് സ്വാധീനമുണ്ടാക്കും എന്നുള്ളതാണ്. ആറാമതായി പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം, അൽ അദ്ലു ബൈനൽ അബ്നാ. അല്ല, നമ്മൾ കുട്ടികളിൽ പരിപാലനം നടത്തുന്ന സമയത്ത് അവർ നല്ല നിലക്ക് നമ്മളെ അനുസരിക്കുകയും നല്ല നിലക്ക് നമ്മളെ കേൾക്കുകയും ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാകണം. ആ ഇഷ്ടത്തിന് കോട്ടമുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്കൾക്കിടയിൽ നീതിയില്ലാതെ നമ്മൾ വർത്തിക്കുക എന്നുള്ളത്. അത് ഒരാൾക്ക് കൂടുതൽ കൊടുത്ത് ഒരാൾക്ക് കൊടുക്കാതിരിക്കുക. സ്വാഭാവികമായും ആ ചെറു മനസ്സിൽ തന്നെ എനിക്കത്രേ തന്നുള്ളൂ, എനിക്കധികം പരിഗണിച്ചില്ല എന്നൊരു ചിന്ത ഉണ്ടാകും. അതൊരു ചുംബനം കൊണ്ടുവരെ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഒരു കുട്ടിയെ നീ ചുംബിച്ചു, തൊട്ടടുത്ത് അതേ പ്രായത്തിലുള്ള ചെറിയൊരു കുട്ടിയുണ്ട്, അവനെ നീ പരിഗണിച്ചില്ല, അവന് സ്വാഭാവികമായി ഉണ്ടാക്കാം. ഏത് കാര്യത്തിലാണെങ്കിലും സഹോദരങ്ങളെ, നമ്മൾ നീതിയോടുകൂടി അവരോട് വർത്തിക്കണം എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു ഹദീസിൽ കാണാം, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തിന് ഉപ്പയായ ബഷീർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരിക്കൽ ഒരു ഭൂമി ദാനം ചെയ്തിരിക്കുകയാണ്. ഭൂമി ദാനം ചെയ്തു. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഈ ബഷീർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, താങ്കൾ ഇങ്ങനെ നുഅ്മാനു മാത്രം കൊടുത്തത് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി ചോദിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതിന് സാക്ഷിയാക്കണം, ഈ കാര്യത്തിന് ഒന്ന് അവിടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി കാര്യം പറഞ്ഞു, ഞാനിത് ഈ നുഅ്മാനിന് ഇങ്ങനെ ഭൂമി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഅതൈത സായിറ വലദിക മിസ്ല ഹാദാ, എല്ലാ മക്കൾക്കും നീ നൽകിയോ, ഇതേപോലെ എല്ലാ മക്കൾക്കും നൽകിയോ? അയാൾ പറഞ്ഞു ല. അദ്ദേഹം പറഞ്ഞു ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുല്ലാഹ് വഅദിലു ബൈന ഔലാദിക്കും, അല്ലാഹുവിനെ സൂക്ഷിക്കണം, മക്കൾക്കിടയിൽ നീതി പാലിക്കണം. ഒരാൾക്ക് മാത്രം കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കാതിരിക്കുക, അത് ശരിയാവുകയില്ല എന്ന് പറഞ്ഞു. ചില റിവായത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ അഷ്ഹദു അലാ ജൗർ, ഈ അക്രമത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയില്ല എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ചില ആളുകളിലൊക്കെ കണ്ടുവരുന്നവർക്കൊരു മക്കളെ ഇഷ്ടപ്പെട്ടാൽ, ഒരു മകളെ ഇഷ്ടപ്പെട്ടു, ഒരു മകനെ ഇഷ്ടപ്പെട്ടു, അവന് മാത്രമല്ല എഴുതി കൊടുക്കൂ, മറ്റവനൊന്നും കൊടുക്കാതിരിക്കുക. ഇത് ശരിയല്ല. മക്കള് നമുക്കെതിരെ തിരിയാൻ, മക്കളോടുള്ള പരിപാലനത്തിൽ വളരെ മോശപ്പെട്ട ഒരു കാര്യം കൂടിയാണ്, സമീപനം കൂടിയാണ് അവർക്കിടയിൽ നീതിയോടുകൂടി വർത്തിക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും, നമ്മൾ ചില ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സ്വത്തോഹരിയൊക്കെ കൊടുക്കും. അതിന് സ്വത്തോഹരി എന്നല്ല പറയാം, അതിനെ ദാനം എന്നാണ് പറയാം. അല്ല, അനന്തരം മരണത്തിന് ശേഷം ചില ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സ്ഥലമൊക്കെ എഴുതി കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാറുണ്ട്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് വലിയ സ്വത്താണ് വീതം വെക്കുന്നത് എങ്കിൽ തീർച്ചയായും അനന്തരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലേ അത് വീതം വെക്കാൻ പാടുള്ളൂ. മീറാസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഒരാൾക്കൊരു ആണും പെണ്ണും ഉണ്ടെന്ന് വിചാരിക്കുക, ഇയാൾക്കൊരു 9 സെൻറ്റ് സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? 4 ആണോ? ഒരിക്കലുമല്ല. ആണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനേക്കാൾ ഇരട്ടി കിട്ടണം. 6-3 കിട്ടുകയുള്ളൂ. പെണ്ണിനേക്കാൾ ഇരട്ടി കിട്ടണം ആണിന്. അതാണ് അനന്തരാവകാശ നിയമം. അല്ലെ, മരിച്ചാൽ അങ്ങനെയായിരിക്കും കിട്ടുക. അപ്പോൾ ആ തന്ത്രം പ്രയോഗിച്ച് ജീവിച്ചിരിക്കുമ്പോൾ ഉടനെ തന്നെ അവസാനമായപ്പോൾ പകുതിയും കൊടുത്താൽ അത് ശരിയല്ല. തൃപ്തിപ്പെട്ടുകൊണ്ട് ആണ് കൊടുക്കുകയാണെങ്കിൽ ശരി, അത് വേറെയാണ്. പക്ഷേ ആണിന് കിട്ടേണ്ട അവകാശം അങ്ങനെ തന്നെ കിട്ടണം. ഇതുപോലെ എല്ലാ കാര്യവും എത്ര മക്കളുണ്ടോ അതുപോലെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിൻ്റെ നീതിയാണ് അവിടെ പാലിക്കേണ്ടത്. ഇസ്ലാമിൻ്റെ നീതിയാണ് പാലിക്കേണ്ടത്. നീതി എന്ന് പറയുന്നത് തുല്യത എന്നുള്ളതല്ല. നീതി എന്ന് പറയുന്നത് ഇസ്ലാം അനുശാസിക്കുന്ന കാര്യമാണ്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള നീതി എന്നുള്ളത് സഹോദരങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ചെറിയ സമ്മാനങ്ങൾക്ക് ഇത് പാലിക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. നമ്മൾ ചെറിയ നിസ്സാരമായ പണം കൊടുക്കാൻ, പെരുന്നാളിന് ഒരാൾ പൈസ കൊടുക്കാൻ, ആൺകുട്ടിക്കും പെൺകുട്ടിയൊക്കെ ഒരുപോലെ കൊടുക്കാം, അത് കുഴപ്പമില്ല. നിസ്സാരമായ 100-200 നമ്മൾ കൊടുക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. വലിയ സമ്പത്ത് ഓഹരി വെക്കുന്ന സമയത്ത് അത് നീതിയോടുകൂടി മാത്രമേ വർത്തിക്കാവൂ. അത് ഇസ്ലാമിൻ്റെ നീതിയാണ്, ഇസ്ലാമിൻ്റെ അനന്തരാവകാശ നിയമമാണ് അവിടെ പാലിക്കപ്പെടേണ്ടത് എന്നാണ് അവർ പറയുന്നത്. 7ാമത്തെ കാര്യം, സഹോദരങ്ങളെ, കുട്ടികളെ പരിപാലിക്കുന്ന സമയത്ത് ഏറെ ആവശ്യമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ് റിഫ്ഖ് വറഹ്മ. കാരുണ്യത്തോടു കൂടിയും റിഫ്ഖോടുകൂടിയും വളരെ നൈർമല്യത്തോടു കൂടിയും കുട്ടികളോട് പെരുമാറാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വളരെ സോഫ്റ്റായിട്ട് വേണം കുട്ടികളോട് കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നത് കാണാം. അവിടുന്ന് പറയുന്നു, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ ജാന. റിഫ്ഖ്, നൈർമല്യം ഏതൊരു കാര്യത്തിലുണ്ടായാലും ഇല്ലാ ജാന, അതതിനെ ഭംഗിയാക്കും. ഏതൊരു പ്രശ്നം പിടിച്ച സാഹചര്യത്തിലും വളരെ സോഫ്റ്റായിട്ട് ഒരാൾ ഇടപെടുന്നത് അത് വിഷയത്തെ മൊത്തത്തിൽ ആകെ തകിടം മറിക്കും, അത് ഭംഗിയാക്കി മാറ്റിക്കളയും. എന്നാൽ വല യുൻസഉ മിൻ ഷൈഇൻ, ഏതൊരു കാര്യത്തിലും ആ സോഫ്റ്റ്നെസ് അവിടെ ഇല്ല, നൈർമല്യം അവിടെ ഇല്ല, പരുഷതയാണെങ്കിൽ ഇല്ല ഷാൻ, അത് അതിനെ വഷളാക്കും. അത് അനുഭവത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഏതൊരു പ്രശ്നത്തിലും വളരെ സോഫ്റ്റായി ഇടപെട്ട് കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായി അവസാനിക്കും. എന്നാൽ അതിൽ പരുഷത കാണിച്ചാൽ ഇല്ല ഷാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് പൊതുതത്വമാണ് ഇസ്ലാമിൻ്റെ. അത് കുട്ടികളുടെ വിഷയത്തിൽ അവരുടെ ഇളം പ്രായത്തിൽ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ അവരോടുള്ള സമീപനം നമ്മുടെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അവരോട് നിസ്കരിക്കാൻ പറയുന്നതാകട്ടെ, അവരോട് ഏത് കാര്യം നമ്മൾ പറയുന്നതാകട്ടെ, സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നന്മയുടെ, റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി കടന്നു വന്നു, അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇങ്ങനെ വരികയാണ്, അദ്ദേഹം അവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമുണ്ടായിരുന്ന പേരമകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് ചുംബിച്ചു. അപ്പോൾ ഈ വ്യക്തി പറയാണ്, അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇന്നലി അശറതൻ മിനൽ വലദ്, എനിക്ക് 10 കുട്ടികളുണ്ട്, മാ ഖബ്ബൽതു മിൻഹും അഹദ, ഞാൻ ഇന്ന് വരെ ഒരാളെയും ചുംബിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലാ യർഹം ലാ യുർഹം, ജനങ്ങളോട് കരുണ കാണിക്കാത്തവൻ അള്ളാഹുവിൻ്റെ കരുണ പ്രതീക്ഷിക്കേണ്ടതില്ല, അള്ളാഹിൻ്റെ കരുണ കിട്ടൂല. ആളുകളോട് കരുണ കാണിക്കണം,
കുട്ടികളുള്ള കരുണയിൽപ്പെട്ടതാണ് അവരൊന്ന് ചുംബിക്കുക എന്നുള്ളത്. സമാനമായ സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന വേളയിൽ ഒരു ഗ്രാമീണൻ അഅറാബി കടന്നു വരികയാണ്. അയാൾ വന്ന ഉടനെ ചോദിച്ചു, തുഖബ്ബിലുന സിബിയാൻ ഫമാ നുഖബ്ബിലുഹും, നിങ്ങൾ കുട്ടികളൊക്കെ ചുംബിക്കുമോ? ഞങ്ങളങ്ങനെ ചുംബിക്കാറില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചത്, അവ അംലികു ലക അൻ നസഅ അല്ലാഹു മിൻ ഖൽബിക റഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവൻ്റെ ഹൃദയത്തിൽ നിന്നും കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? നിന്റെ ഹൃദയത്തിൽ കാരുണ്യമില്ല, റഹ്മത്തില്ല എന്നതിൻ്റെ തെളിവാണ് നീ നിൻ്റെ കുട്ടികളെ ലാളിക്കുന്നില്ല, കൊഞ്ചിക്കുന്നില്ല, ചുംബിക്കുന്നില്ല എന്നുള്ളത്. സഹോദരങ്ങളെ, ആ രൂപത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ അവരോട് സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി പെരുമാറാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇത് ഒരാൾക്ക് സ്വർഗ്ഗപ്രവേശനം എളുപ്പമാക്കുന്ന കാര്യം കൂടിയാണ്. ഒരാൾക്ക് സ്വർഗ്ഗപ്രവേശനം തൻ്റെ കുട്ടികളോട് കാണിക്കുന്ന റഹ്മത്ത് തന്നെ മതിയായതാണ് എന്നും ഹദീസിൽ കാണാൻ സാധിക്കും. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, അവർ തന്നെ പറഞ്ഞിരുന്നൊരു സംഭവം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ഈ സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. ജാഅത്നി മിസ്കീന തഹ്മിലു ഇബ്നതൈനി ലഹാ, എൻ്റെ അടുക്കലൊരു ദരിദ്രയായ സ്ത്രീ വന്നു, 2 പെൺമക്കളെയും കൂട്ടിയിട്ടാണ് എൻ്റെ അടുക്കലേക്ക് വന്നത്. ഫഅത്അംതുഹാ 3 തമറാത്ത്, അധികമൊന്നും വീട്ടിൽ വസ്തുക്കളില്ലാതിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയാണ്, ഞാൻ എൻ്റെ കയ്യിലുള്ള 3 ഈത്തപ്പഴം അത് അവർക്ക് കൊടുത്തു. ഒരു ഉമ്മയുണ്ട്, ചെറിയ 2 പെൺമക്കളുമുണ്ട്. ഫഅഅതത് കുല്ല വാഹിദത്തിൻ മിൻഹാ തംറ, ആ ഉമ്മ എന്ത് ചെയ്തു? എല്ലാവർക്കും ഓരോ ഈത്തപ്പഴം കൊടുത്തു. 2 പെൺമക്കൾക്കും കൊടുത്തു, അവരൊന്ന് സ്വന്തമായി എടുത്തു. പെൺമക്കൾ അത് കഴിക്കുന്നുണ്ട്. വറഫഅത് ഇലാ ഫീഹാ തംറതൻ ലിതഅകുലഹാ, ഈ ഉമ്മ എന്ത് ചെയ്തു? മക്കളൊക്കെ അത് കഴിച്ചപ്പോൾ കഴിക്കുന്നതിന് വേണ്ടി ഈത്തപ്പഴം സ്വന്തം വായിലേക്ക് വെക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴതാ ചെറിയ മക്കളാണ്. ഫസ്തഅമത്ഹാ ഇബ്നതാഹാ, 2 മക്കളും അവർ വീണ്ടും ചോദിക്കുകയാണ്. അല്ല, ചെറിയ മക്കളാണ്, ആകെ ഒരു ഈത്തപ്പഴം കിട്ടിയിട്ടുള്ളൂ, വിശന്നിട്ടുണ്ടാകണം, ചോദിക്കുകയാണ്. ഈ ഉമ്മ ചെയ്തത് എന്താണെന്ന് അറിയുമോ? ഫശഖ്ഖതി തംറത അല്ലതി കാനത് തുരീദു അൻ തഅകുലഹാ ബൈനഹുമാ, അവൾ തിന്നാൻ ഉദ്ദേശിച്ച ആ ഒറ്റ ഈത്തപ്പഴം അത് മുറിച്ചുകൊണ്ട് 2 പെൺമക്കൾക്കും ഇങ്ങനെ വീതിച്ചു കൊടുക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഫഅജബനി ശഅനുഹാ, അവളുടെ കാര്യം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി, വല്ലാതെ എനിക്ക് അത്ഭുതമുണ്ടായി. എന്നിട്ട് അവർ പറയാണ്, ഫദക്കർതു അല്ലദീ സനഅത് ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സംഭവം ഞാനിത് റസൂലുള്ളാഹിക്ക് ഇത് പറഞ്ഞു കൊടുത്തു. ഫഖാൽ, റസൂലുള്ളാഹിക്ക് അപ്പോഴേക്കും അല്ലാഹുവിൻ്റെ വഹി ഇറങ്ങി, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന ഔ അഅതഖഹാ ബിഹാ മിനൻ നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഈത്തപ്പഴം ഭാഗിച്ചു കൊടുത്തതിൻ്റെ കാരണത്താൽ ഈ ഒരു ഉമ്മാക്ക് സ്വർഗ്ഗം നിർബന്ധമാക്കി, അവളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലെ, ഹദീസിൽ നമ്മൾ കേട്ട കാര്യമല്ലേ, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, നീ ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീള് കൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക എന്ന് ഹദീസിൽ കേട്ടത് പ്രാവർത്തികമാക്കിയ സ്ത്രീയാണത്. ഒരൊറ്റ ഈത്തപ്പഴം അത് പകുതിയാക്കി 2 കൊടുത്തതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗം നൽകുകയാണ്. മക്കളെയാണ് നോക്കിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ വളരെ കാരുണ്യത്തോടുകൂടി നിങ്ങൾക്ക് സാധിക്കുന്ന രൂപത്തിൽ അവരോട് പെരുമാറുക. കാരണം പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വീട്ടിൽ നിന്നും കാരുണ്യവും വീട്ടിൽ നിന്നും മഹബത്തും സ്നേഹമൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ പലപ്പോഴും പല വഞ്ചകന്മാരുടെയും വഞ്ചനയിൽ അവർ വീണു പോകുകയാണ്. ചുറ്റുമുള്ള കോളേജുകളിലോ സ്കൂളുകളിലോ ഒക്കെ കാണുന്ന ഇവരെ ട്രാപ്പിലാക്കാൻ, പാട്ടിലാക്കാൻ തക്കം പാത്തിരിക്കുന്ന ആളുകളുടെ സ്നേഹത്തിന് മുന്നിലോ കാണും പെണ്ണുമൊക്കെ പരസ്പരം വീണു പോകുകയാണ്. എന്നിട്ട് അവർ ധരിക്കുകയാണ്, എൻ്റെ ഉമ്മയും ഉപ്പയാക്കളൊക്കെ എന്നെ സ്നേഹിക്കുന്നത് ഇവനാണ്, എന്നെ സ്നേഹിക്കുന്നത് ഇവളാണ്, എന്നെ സ്നേഹിക്കുന്നത് ഈ ഇക്കാക്കയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അവരുടെ കെണിയിൽ വീഴുകയും അങ്ങനെ തികച്ചും തോന്നിയാസത്തിലേക്ക് അവർ തെന്നി വീഴുകയും ചെയ്യുന്നത് പലപ്പോഴും അവർക്ക് വീട്ടിൽ നിന്നും ഇങ്ങനെയുള്ള കാരുണ്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഉപ്പയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ്. കാരണം ഉപ്പാൻ്റെ അടി മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ, ഉപ്പാൻ്റെ ദേഷ്യം പിടിച്ച മുഖം മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. ഒരിക്കൽ പോലും സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി എന്നെ ഉപദേശിച്ചിട്ടില്ല, ലാളിച്ചിട്ടില്ല. കിട്ടിയ അവസരങ്ങളിലൊക്കെ എന്നെ മർദ്ദിക്കുകയാണ് ചെയ്തത് എന്ന് കുട്ടിക്ക് തോന്നിപ്പോകുകയാണ്. അങ്ങനെ പഴച്ചുപോയ എത്രയോ കുട്ടികളുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളെ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ കാരുണ്യം അങ്ങേയറ്റം എല്ലാ ജനങ്ങളോടും കാണിക്കേണ്ട ഒരു കാലമാണ്. കാരണം ആളുകൾ അങ്ങേയറ്റം വിവരക്കേടിലാണുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാര്യം മക്കളെ പരിപാലിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 8ാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത്, പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, ബദ്ലു നുസ്ഹി വ തൗജീഹ്. നമ്മളെപ്പോഴും നസീഹത്തുകൾ, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ മക്കൾക്ക് നൽകിക്കൊണ്ടേയിരിക്കണം. ഒരിക്കൽ പറഞ്ഞ് നിർത്തുക എന്നുള്ളതല്ല, എപ്പോഴും നമ്മളത് തുടർന്നു കൊണ്ടേയിരിക്കണം. നല്ല നല്ല ഉപദേശങ്ങൾ, എന്ത് ഖൈറുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെ ഷർറുകൾ ദുനിയാവിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളും അതിനെക്കുറിച്ചിട്ടൊക്കെ താക്കീതുകളൊക്കെ വളരെ കൃത്യമായി അവർക്ക് നടത്തി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതിനുള്ള പാഠവും നമുക്ക് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. അത് വളരെ മനോഹരമാണ്. ഒരു പേജ് മാത്രമേ ഉള്ളൂ എങ്കിലും സഹോദരങ്ങൾ, അതിൻ്റെ തർത്തീവൊക്കെ വളരെ മനോഹരമായ കാര്യമാണ്.
അദ്ദേഹം ആരംഭിക്കുന്നത് വിശ്വാസകാര്യവുമായി ബന്ധപ്പെട്ടാണ്. നാം നേരത്തെ സൂചിപ്പിച്ചു, തൗഹീദുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിൻ്റെ മുറാഖബത്തുമായി ബന്ധപ്പെട്ട്. ഇതുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അതുപോലെ മാതാപിതാക്കൾക്കുള്ള ഹക്ക്, അല്ല അള്ളാഹുവിനുള്ള ഹക്കാണ് ഏറ്റവും വലിയ ഹക്ക്. അത് പറഞ്ഞതിന് ശേഷം വസ്സൈന അൽ ഇൻസാൻ ബിവാലിദൈ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾക്കുള്ള ഹക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഏറ്റവും നീ അവരോട് പെരുമാറേണ്ടത് മാതാപിതാക്കളോടാണ്. എന്നാൽ അവിടെ മാതാപിതാക്കൾ നിന്നെ ശിർക്ക് ചെയ്യാൻ നിർബന്ധിച്ചാൽ അത് നീ അനുസരിക്കാൻ പാടില്ല. എന്നാൽ പോലും വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ ഏറ്റവും നന്നായി അവരോട് പെരുമാറണം. ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ മുറാഖബത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ഇതാ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. യാ ബുനയ്യ അഖിമിസ് സ്വലാഹ്, മോനെ നീ നിസ്കരിക്കണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അവസാനത്തിൽ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച്, ദുർഗുണങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫ്, ഓ പൊന്നു മകനെ നീ നിസ്കരിക്കണം, നന്മ കൽപ്പിക്കണം. വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക്, നീ തിന്മയെ തൊട്ട് വിരോധിക്കണം. നിനക്ക് ബാധിച്ച കാര്യങ്ങളിലൊക്കെ ക്ഷമ നീ അവലംബിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഇത് ദൃഢബോധ്യമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. വലാ തുസഇർ ഖദ്ദക്, നീ നിന്റെ മുഖം അത് നീ ആളുകൾക്ക് നേരെ തിരിക്കാൻ പാടില്ല. നീ ആളുകൾക്ക് നേരെ നിന്റെ മുഖത്തെ തിരിക്കാൻ പാടില്ല. അഹങ്കാരത്തോടുകൂടി ഭൂമിയിൽ നീ നടന്നു പോകാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ഇതുപോലുള്ള അഹങ്കാരികളെ, പൊങ്ങച്ചക്കാരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നില്ല. വഖ്സിദ് ഫീ മശീക്, നീ നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കണം. വഗ്ളുൽ മിൻ സൗതിക്, നീ നിന്റെ ശബ്ദം അത് താഴ്ത്തണം. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഇങ്ങനെ ഒച്ചയിട്ട് അലറുക എന്നുള്ളത് അത് കഴുതയുടെ ശബ്ദമാണ്, അതിനോട് സാദൃശ്യമുള്ളത് കഴുതയുടെ ശബ്ദമാണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വളരെ കൃത്യമായ പല ഉപദേശ നിർദ്ദേശങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് പാഠമുണ്ട്. ഇത് ലുക്മാനിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് അമ്പിയാക്കളെല്ലാം ഈ നിലക്ക് മക്കൾക്ക് വേണ്ട ഉപദേശങ്ങൾ മരണം വരെയും നൽകിയത് കാണാൻ സാധിക്കും. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരൊക്കെ മക്കൾക്ക് നൽകിയ നസീഹത്തിനെക്കുറിച്ച്, വസിയത്തുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയഅഖൂബ്, ഇതാ ഇബ്രാഹിം തൻ്റെ മക്കളോടും യാക്കൂബ് തൻ്റെ മക്കളോടും പറഞ്ഞു, യാ ബനിയ, ഓ മക്കളെ, ഇന്നല്ലാഹു ഇസ്തഫാ ലക്കുമുദ്ദീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാം ദീൻ നമുക്ക് നൽകിയിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഇത് നമുക്ക് കിട്ടിയ ഭാഗ്യമാണ്. നമ്മൾ മുസ്ലിമീങ്ങളായി ജനിച്ചു, മുസ്ലിമീങ്ങളായി നിലകൊള്ളാൻ സാധിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, കളഞ്ഞു വിളിക്കരുത്, മരണം വരെ മുസ്ലിമായി നീ തുടരണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ചോദിക്കുന്നു മനോഹരമായി, അം കുൻതും ശുഹദാ, താങ്കളിതാ സന്നിഹിതനായിട്ടുണ്ടോ, അതിന് സാക്ഷിയായിട്ടുണ്ടോ? ഇത് ഹദറ യഅഖൂബൽ മൗത്ത്, യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണാസന്നമായ സമയത്ത് അദ്ദേഹം ചോദിച്ച ചോദ്യം, ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ പൊന്നുമക്കളെ, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നബിയാണ്. തൗഹീദിൻ്റെ പ്രാധാന്യം സഹോദരങ്ങൾ, ഒരു നബിയാണ്. ജീവിതകാലം മുഴുവൻ ദഅവത്ത് തൗഹീദിൽ നടത്തിയ ഒരു പ്രവാചകനാണ്. മരിക്കാൻ നേരത്ത് മക്കളോട് ചോദിക്കുകയാണ്, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കൾ നബിമാരാണ്. അവരോട് ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അദ്ദേഹം അതിന് നിർഭയനല്ല. അദ്ദേഹം തൻ്റെ മക്കൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പില്ല. അദ്ദേഹം നിർഭയനല്ല, പേടിയാകുന്നുണ്ട്. തൗഹീദിൻ്റെ വിഷയം അങ്ങനെയാണ്. തൗഹീദിൻ്റെ വിഷയം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അത് ഷിർക്ക് ഇങ്ങനെ ഒരു പാറക്കല്ലിൽ അരിച്ചു വരുന്നത് പോലെ ഷിർക്ക് നമ്മുടെ വിശ്വാസത്തിലേക്ക് കയറി വരുമെന്നുള്ളതാണ്. മാ തഅബുദൂന മിൻ ബഅദി, അവർ പറഞ്ഞു നല്ലവരായ മക്കളാണ്. ആ ഉത്തരവും അല്ലാഹു സുബ്ഹാനഹു വതആല കൺകുളിർമയേകുന്ന ഉത്തരവും നമുക്ക് കേൾക്കാം. ഖാലു നഅബുദു ഇലാഹക്, ഞങ്ങളിത് താങ്കളുടെ ഇലാഹിനാണ് ഇബാദത്ത് ചെയ്യുക. വ ഇലാഹ ആബായിക്, താങ്കളുടെ പിതാക്കന്മാരുടെ ഇലാഹ് ഒരേ ഇലാഹാണ്. ഇബ്രാഹിമോ ഇസ്മായിലോ ഇസ്ഹാഖ്, താങ്കളുടെ ഉപ്പമാരായ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാഖിൻ്റെ ഒക്കെ ആ നബിമാരുടെയൊക്കെ ഇലാഹിനെ തന്നെ, ഏതിലാഹ്? ഇലാഹൻ വാഹിദ, ഒറ്റ ഇലാഹേ ഉള്ളൂ, ആരാധിക്കപ്പെടാൻ രണ്ടില്ല, പ്രാർത്ഥിക്കപ്പെടാൻ രണ്ടാമതൊരാളില്ല. ഇലാഹൻ വാഹിദ, ഒരേ ഒരു ആരാധ്യനായ അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് കീഴ്പ്പെട്ടിട്ടുള്ള മുസ്ലിമീങ്ങളാണ് എന്ന് സഹോദരങ്ങളെ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കൾ മരണവേളയിൽ വാപ്പാനോട് പറയുകയാണ്. ആ വേളയിൽ പോലും മക്കൾക്കുള്ള ഉപദേശം വിട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അതുപോലെ തന്നെ പറഞ്ഞ കാര്യം പോലും തൗഹീദും ഷിർക്കിനെതിരെയുമാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. നോക്കൂ, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ കുടുംബത്തിനോട് നിസ്കാരവും സക്കാത്തും കൂടി സക്കാത്തിനെ കുറിച്ചും കൂടി കൽപ്പിക്കുന്നത് അള്ളാഹു വളരെ നല്ല നിലയിൽ പുകഴ്ത്തി പറയുന്നത് കാണാൻ സാധിക്കും. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക്കാ,
ഇസ്മായിൽ തൻ്റെ കുടുംബത്തിനോട് നിസ്കാരവും സക്കാത്തും കൽപ്പിക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ മക്കൾ സക്കാത്ത് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം, സക്കാത്തിൻ്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കണം, നിസ്കാരത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഭാര്യയോടും മക്കളോടൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അമ്പിയാക്കൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതേ കാര്യം നമ്മുടെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ. ഓ നബിയെ, താങ്കളുടെ കുടുംബത്തിനോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, അതിൽ ക്ഷമയോടുകൂടി വർത്തിക്കാൻ നബിയെ താങ്കൾ കുടുംബത്തിനോട് കൽപ്പിക്കണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നബിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളോടുമുള്ള ബാധ്യതയാണ്. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുപോലെ എന്തെല്ലാം തെറ്റുകളുണ്ടോ ആ പറയുന്ന തെറ്റുകളോടൊക്കെ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. മക്കളെ, നിങ്ങളിതാ ഈ രൂപത്തിലുള്ള ഹറാമുകൾ കേൾക്കാൻ പാടില്ല, സംഗീതത്തിൻ്റെ അടിമകളായി മാറാൻ പാടില്ല, ഈ രൂപത്തിലുള്ള വൃത്തികെട്ട ചാനലുകളും മറ്റുമൊക്കെയുള്ള കാര്യങ്ങൾ അതിലൊന്നും നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്നടുത്ത് പോകാൻ പാടില്ല. ഇതൊക്കെ വളരെ നമുക്ക് ഉപദ്രവം ചെയ്യും എന്നുള്ളതെല്ലാം സഹോദരങ്ങളെ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ നിലക്കുമുള്ള നസീഹത്തുകൾ, മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് 8ാമത്തെ പോയിൻ്റായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം. 9ാമത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യമാണ് അൽ ജലീസു സാലിഹ്. സാലിഹായ നല്ല കൂട്ടുകാരനെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ നല്ല കൂട്ടുകാരനെ ഉണ്ടാക്കണമെങ്കിൽ നല്ല കൂട്ടുകാരുടെ സ്ഥലത്ത് കൊണ്ടാക്കണം. ഏറ്റവും ഹറാമുകൾ നടക്കുന്ന, ഒരുപാട് വൃത്തികേടുകൾ നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നമ്മളെ മക്കളെ ഇട്ടിട്ട് അവരങ്ങനെ നല്ല കൂട്ടുകാരൻ ഉണ്ടാകാനാണ് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലരും അത് ശ്രദ്ധിക്കാറില്ല. ഏറ്റവും നല്ല നിലക്ക് ഭൗതികമായ ഉന്നമനം ലഭിക്കണമെന്നുള്ള ഒരൊറ്റ നീയത്ത്, ഒരൊറ്റ ചിന്ത, അതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കൾ എന്ത് നശിക്കുന്നവരുടെ ദീന് പണയപ്പെടുത്തിയിട്ടാണ് പലരും ഇത്തരത്തിലുള്ള ഭൗതിക സ്ഥാപനങ്ങളും മറ്റും അന്വേഷിച്ച് കൊണ്ടുപോയി ചേർക്കുന്നത്. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം കൂടെ നടക്കുന്നവൻ അവൻ ആളുകളെ അവൻ്റെ ദീനിലേക്ക് വലിക്കുന്നവനാണ്. ഒരു ചൊല്ലുണ്ട്, ഇന്ന സാഹിബ സാഹിബ്, തീർച്ചയായും സാഹിബ്, കൂടെ നടക്കുന്നവൻ, സാഹിബ് വലിക്കുന്നവനാണ് എന്ന് ചൊല്ലുണ്ട്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് പരാമർശവുമുണ്ട്. അൽ മർഉ അലാ ദീനി ഖലീലി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും. അതുകൊണ്ട് ഒരാൾ ആരോടൊപ്പമാണ് ഇരിക്കുന്നത് എന്നുള്ളത്, ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എന്നുള്ളത് അവൻ നോക്കിക്കൊള്ളട്ടെ എന്നാണ്. നീ നിൻ്റെ മക്കളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിസ്കരിക്കാത്ത ഒരു കൂട്ടുകാരൊപ്പമാണ് നിൻ്റെ മക്കളുള്ളതെങ്കിൽ ബാങ്ക് കൊടുത്താൽ അവർ അവിടുന്ന് അനങ്ങുന്നത് നിനക്ക് കാണാൻ സാധിക്കുകയില്ല. അല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്ത് ബാങ്ക് കേട്ടാലും പള്ളിയുടെ തൊട്ട് മുന്നിലാണെങ്കിലും ശരി അവിടെ കസേരയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും വർത്തമാനങ്ങൾ പറഞ്ഞിട്ട്. അങ്ങനെയുള്ളൊരു കൂട്ടത്തിലാണ് നിൻ്റെ മക്കളുള്ളത് എങ്കിൽ അവർ ചിലപ്പോൾ നല്ല നിസ്കാരക്കാരായിരിക്കും. അവർ പതിയെ നിസ്കരിക്കാത്തവരായി മാറും. ആദ്യം അവർ ബാങ്കിന് ഇജാബത്തില്ല, ബാങ്കിന് വിളി ഉത്തരം നൽകുന്നില്ല, മസ്ജിദിലേക്ക് എത്തുന്നില്ല. പിന്നീട് ആ നിസ്കാരം തന്നെ പാഴാവും. കാരണം ഈ തെമ്മാടികളുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഇവർ ബാങ്ക് കൊടുത്താൽ അവിടെ നിന്ന് അനങ്ങുകയില്ല. ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ സൊറ പറഞ്ഞ് അവിടെ ഇരിക്കുക എന്നുള്ളതല്ലാതെ ഇവരോടൊപ്പം കൂടിച്ചേർന്നാൽ ഈ രൂപത്തിലുള്ള വാജിബുകൾ പാഴാക്കുന്ന കൂട്ടത്തിലെത്തും. ഇനി പറയുന്ന ആളുകൾ മദ്യത്തിൻ്റെയും ലഹരികളുടെയും അടിമകളാണെങ്കിലോ പതിയെ ഇവൻ അതിലേക്ക് തന്നെ തെന്നി വീഴുന്നത് സഹോദരങ്ങളെ നമ്മൾ കാണും. എത്രയോ ആളുകളുടെ അനുഭവം അങ്ങനെയാണ്. അവരെന്തുകൊണ്ട് അങ്ങനെയായി എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അവരുടെ ഒരു കൂട്ടുകാരൻ ഉണ്ടാകും. ആദ്യമായി അവനോടൊന്ന് പുകയ്ക്കാൻ പറഞ്ഞവൻ, ആദ്യമായി അവനോടൊരു തുള്ളി രുചിക്കാൻ പറഞ്ഞവൻ, തീർച്ചയായും ഒരു കൂട്ടുകാരനിൽ നിന്നും ഒരു ശൈത്താൻ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായും ഇവൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഈ പറഞ്ഞവൻ മോശമായി പോയത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പ്രസിദ്ധമാണല്ലോ, മസലുൽ ജലീസി സ്സാലിഹി വൽ ജലീസി സ്സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ ഖൈർ. ഒരു നല്ല കൂട്ടുകാരൻ്റെയും ഒരു മോശം കൂട്ടുകാരൻ്റെയും ഉപമ എന്ന് പറയുന്നത് ഒരു സുഗന്ധം വിൽക്കുന്നവൻ്റെയും ഒരു ഉലയിൽ പണിയെടുക്കുന്ന ഒരു കൊല്ലപ്പണിക്കാരൻ്റെയും ഉപമ പോലെയാണ്. ഫഹാമിലുൽ മിസ്ക്, സുഗന്ധം വിൽക്കുന്നവൻ്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഇമ്മ അൻ യുഹ്ദീക് വ ഇമ്മ അൻ തബ്തഅ മിൻ വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബ. ഈ മൂന്നാലൊരു കാര്യം അവനിൽ ഉണ്ടാകും. ഒന്നുകിൽ അവൻ ഒരു സുഗന്ധം നിനക്ക് ഗിഫ്റ്റായിട്ട് നൽകുന്നവനായിരിക്കും, അല്ലെങ്കിൽ നിനക്ക് അവനോട് പൈസ കൊടുത്തിട്ട് അവൻ്റെ കയ്യിൽ നിന്നും ഒരു സുഗന്ധം വാങ്ങിക്കാൻ സാധിക്കും. ഒന്നും വേണ്ട, വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബ, നല്ല മണം കിട്ടും അവിടെ പോയാൽ. എങ്ങനെ പോയാലും ഒരു നല്ല കൂട്ടുകാരൻ്റെ ഉപമ ഇതാണ്. അവൻ എങ്ങനെയൊക്കെ ഒരു ഗുണം കിട്ടാതിരിക്കൂല. ഒന്നുകിൽ അവൻ എന്തെങ്കിലുമൊക്കെ നല്ലത് പഠിപ്പിച്ചു തരും, എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ല ഉപകാരങ്ങൾ കിട്ടും. ഒന്നും വേണ്ട, അവൻ്റെ കൂടെ നിന്നാൽ നമ്മൾ ആ നിലക്കെങ്കിലും നമ്മളെന്ത് ചെയ്യും, നമ്മുടെ നിസ്കാരത്തിൻ്റെ സമയം നമ്മളങ്ങനെ പോവും. നമ്മളങ്ങനെ എല്ലാ ഹൈറിലും ഇവനിങ്ങനെ കൊണ്ടുപോകും. ഇവൻ്റെ ഹൈറ് ഇവൻ ഇങ്ങോട്ട് നൽകുന്ന ഉപദേശങ്ങൾ വേറെ, നമ്മുടെ അടുത്തുള്ള തെറ്റിതിരുത്തൽ വേറെ, എല്ലാ നിലക്കും നല്ല കൂട്ടുകാരൻ്റെ കൂടെ ചേർന്നാൽ ആ ഉപകാരം ഒരാൾക്ക് ലഭിക്കും. എന്നാൽ നാഫിഖുൽ കീർ, കൊല്ലപ്പണിക്കാരൻ്റെ ഉലയൂത്തുകാരൻ്റെ ഉപമ എന്താണ്? ഇമ്മ യുഹ്രിക് സിയാബക്, അവൻ ഒന്നുകിൽ നിന്റെ വസ്ത്രത്തെ കരിച്ചു കളയുന്നതാണ്, അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഗന്ധമെങ്കിലും നിനക്ക് അവിടെ ആസ്വദിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. ആ പണി നിരുപാധികം മോശമാണെന്നല്ല പറയുന്നത്, ഉപമയാണിത്.
അല്ല, അവൻ്റെ അടുക്കൽ പോയ അവസ്ഥയാണ്. ഈ മോശപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് പോയാൽ നിന്നെ ഏറ്റവും കുറവ് അവൻ്റെ കൂടെയുള്ള സുഹബത്ത് തന്നെ നിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ചിന്താഗതിയിലും വരെ വലിയ നിലക്ക് മാറ്റമുണ്ടാകുമെന്നുള്ളത് സഹോദരങ്ങളെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ കൂട്ടുകാരനുണ്ട്, ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ കൂട്ടുകാരനുണ്ട്. അത് ഈ പറയുന്ന കൂട്ടുകാരെക്കാളും അപകടം ചെയ്യുന്ന രഹസ്യമായ കൂട്ടുകാരനാണ്. ആരാണത്? നമ്മുടെയൊക്കെ കയ്യിലുണ്ടാകുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്ന കൂട്ടുകാരൻ. കാരണം പല ആളുകളും പല കുട്ടികളും ഇന്ന് സോഷ്യൽ മീഡിയയിലാണ് അവരുടെ ഏറ്റവും വലിയ ഗ്യാങ്ങുകളും കൂട്ടുകാരൊക്കെ അതിലാണുള്ളത്. അവരൊരു പക്ഷേ പുറത്തുപോയി ഗ്യാങ് അടിക്കുന്ന, പുറത്തുപോയി കമ്പനി അടിക്കുന്ന ആളുകളല്ല. അവർക്കങ്ങനെ ഒരു നാട്ടിലൊരാളെയും പരിചയം ചിലപ്പോൾ ഉണ്ടാവുകയില്ല. പക്ഷേ ഈ ഡിവൈസിലൂടെ, ഈ ഉപകരണത്തിലൂടെ ലോകത്തുള്ള എല്ലാ തെമ്മാടികളായും ചിലപ്പോൾ ഇവന് ബന്ധം ഉണ്ടാവും. ഇത് അവനെ ശുഭഹത്തിൻ്റെയും ഷഹവത്തിൻ്റെയും വാതിലുകളിലൂടെ അവനെ പഴപ്പിക്കുന്നതായിരിക്കും. ദീനിൽ സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ശുഭഹത്തുകൾ എന്ന് പറയുന്നത്. ദേഹേച്ഛകളെ കുറിച്ചിട്ടാണ് ഷഹവാത്തുകൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും അപകടമാണ്. അല്ല, എത്ര വിവരമില്ലാത്ത ആളുകളാണ് സഹോദരങ്ങൾ ദീനിൻ്റെ കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ദീനിനെ സംശയിപ്പിച്ചുകൊണ്ട് ആരാണിത് കാണുന്നത്? ഖുറാനിൻ്റെ ഒരു അലിഫു ബാ താ പോലും കൃത്യമായി അറിയാത്ത ഈ മക്കളാണ് ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവൻ്റെ മനസ്സിൽ സംശയം കൊടുങ്ങുകയാണ്. ഇവൻ്റെ മനസ്സിൽ ഒരുപാട് ശുഭഹത്തുകൾ ഉണ്ടാകുകയാണ്. ഇവനൊരു അടിസ്ഥാനം പോലും പഠിച്ചിട്ടില്ല. സൂറത്തുൽ ഫാത്തിഹ പോലും അവൻ അക്ഷരം തെറ്റാതെ ഓതാൻ അറിയില്ല. അങ്ങനെയുള്ളവൻ ഈ പറയുന്ന ദീനിൽ സംശയമുണ്ടാക്കുന്ന ആളുകളുടെ സംസാരം കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ട് അവനിങ്ങനെ ആകെ വെപ്രാളത്തിലാണ്. ഇനി ദീന് വേണോ, ഇനി നിസ്കരിക്കണോ, ഇനി നോമ്പെടുക്കണോ, അങ്ങനെയുള്ള സംശയത്തിലേക്ക് വരെ, കുഫറിൻ്റെ പടുക്കുയിലേക്ക് വരെ ആളുകൾ എത്തുകയാണ് ഈ ഒരു കൂട്ടുകാരനിലൂടെ. സഹോദരങ്ങൾ, ഗൗരവമുള്ള കാര്യമാണത്. എന്നാൽ അതുപോലെ തന്നെ ഇപ്പുറത്ത് ഷഹ്വാത്തിൻ്റെ വഴികളുമുണ്ട്. നല്ല ദീനുള്ള ആളുകളെ വഴിതെറ്റിപ്പിക്കുന്ന ഹറാമുകളുടെ കാഴ്ചകളും അതിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളും അതിനുള്ള കൂട്ടുകാരുകളും എല്ലാ രൂപത്തിലുള്ള ലഹരി മാഫിയകളും നടക്കുന്ന സഹോദരങ്ങളെ ഇത്തരം മീഡിയകളിലൂടെയാണെന്നുള്ളത് എത്രയായി കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിലൂടെയാണ് രഹസ്യമായി അവർ പലതും അവരുടെ ഇന്ന സ്ഥലങ്ങൾ ഇവിടെ പോയാൽ മതി, ഇന്ന് ആളുടെ സാധനം, ഇതെല്ലാം ഇത്തരം കൂട്ടുകാരിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ പരിപാലിക്കുന്ന സമയത്ത് മക്കൾക്ക് കൊടുക്കുന്ന ഈ ഫോണിൻ്റെ കാര്യം അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നമ്മളൊരു പക്ഷേ സമാധാനിക്കുമോ, അവനെ നാട്ടിൽ ആരുമായിട്ട് കൂട്ടൊന്നുമില്ല, ഈ നാട്ടിലെ പ്രധാനപ്പെട്ട തെമ്മാടികളായിട്ടൊന്നും അവന് യാതൊരു ബന്ധമില്ല, നമ്മൾ സമാധാനിക്കും. പക്ഷേ ഈ മൊബൈലിലൂടെ ലോകത്തമ്മാടികളുമായി അവൻ ചിലപ്പോൾ ബന്ധമുണ്ടാകും. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അവസാനത്തെ പോയിന്റ് സഹോദരങ്ങളെ, 10ാമത്തെ പോയിന്റ് അൽ ഖുദ്വത്തുൽ ഹസന എന്നുള്ളതാണ്. നല്ലൊരു റോൾ മോഡലായി നമ്മൾ ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളോട് ഉപദേശിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല കാര്യം, ഏറ്റവും നല്ല ഉപദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൊണ്ടുള്ള ഉപദേശമാണ്. കാരണം നമ്മളിലില്ലാത്ത കാര്യം ആളുകളോട് പറയുന്ന സമയത്ത് സ്വാഭാവികമായും അത് ആളുകൾ സ്വീകരിക്കുകയില്ല, പ്രത്യേകിച്ചും കുട്ടികൾ. അല്ലേ, നമ്മൾ ഇപ്പോൾ ഒരു മാതാപിതാക്കൾ നിസ്കാരമൊന്നുമില്ല, അവൻ കൃത്യസമയത്തൊന്നും നിസ്കരിക്കുന്നില്ല, ബാങ്ക് വിളിച്ചാൽ അവിടെ അങ്ങനെ കടന്നുറങ്ങുന്നുണ്ട്. എന്നിട്ട് മക്കളോട് നീ നിസ്കരിക്കാൻ പോകണം, നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഈ മക്കൾ ചിന്തിക്കില്ലേ, ബുദ്ധിയുള്ള മക്കൾ ചിന്തിക്കില്ലേ, നിസ്കാരം എന്ന് പറയുന്നത് അത്ര നിർബന്ധമുള്ള, അത്ര ഉപകാരമുള്ളൊരു കാര്യമായിരുന്നെങ്കിൽ ആദ്യം ഇയാൾ പോകണമായിരുന്നു. ഇയാളതൊന്നും കാണുന്നില്ല, ഇയാളതൊന്നും ചെയ്യുന്ന കാണുന്നില്ല, ഇയാളിങ്ങനെ പറയുന്നേ ഉള്ളൂ. ഇയാൾ ഒരുപാട് നന്മ പറയുന്നുണ്ട്, എന്നോട് ഖുറാൻ പഠിക്കാൻ പറയുന്നുണ്ട്, ഇയാളൊന്നും ഖുറാൻ ഓതുന്നില്ല, ഇയാൾ ഖുറാൻ ഓതാനും അറിയില്ല. എന്നിട്ട് മക്കൾ ഹാഫിളാക്കണം, ഇയാൾക്ക് ഖുറാനായിട്ട് യാതൊരു ബന്ധമില്ല. മക്കൾ ചിന്തിക്കും ഖുറാൻ ഒരു ഖൈറുള്ള കാര്യമാണെങ്കിൽ ഇയാൾ പഠിക്കുന്ന കാണും, മക്കൾ കാണും. ഈ ഉപ്പയും ഉമ്മയും ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഓതുന്നത് മക്കൾക്ക് കാണുമ്പോഴാണ് അവർക്ക് ഖുറാനിന് ഇത്ര പ്രാധാന്യമുണ്ട്, ദീന് പഠിക്കുന്നതിന് ഇത്ര പ്രാധാന്യമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുകയുള്ളൂ. നമ്മളൊരു റോൾ മോഡലായി തീരാതെ മക്കളെ മാത്രം നല്ലതാക്കി തീർക്കണം എന്ന് ചിന്തിച്ചാൽ അത് വേണ്ട രൂപത്തിൽ ഫലപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ ഹറാമുകളുടെ കാര്യം അങ്ങനെയാണ്. ഉപ്പ സിസ്റ്റർ വലിക്കുന്നുണ്ടാവും, ഉപ്പ സിഗരറ്റ് വലിക്കുന്നുണ്ടാവും. എന്നിട്ട് മകനോട് കഞ്ചാവിനെതിരെ താക്കീത് ചെയ്താൽ മകൻ വിചാരിക്കും, ഇയാൾ ചെറിയ ഡോസാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഡോസ് കൂടും, അത്രേ എൻ്റെ വ്യത്യാസമുള്ളൂ, നമ്മളൊക്കെ സെയിം തന്നെയാണ്, എന്താണ് ഇയാൾക്ക് അവകാശം? അല്ല, ബുദ്ധി ഉണ്ടെങ്കിൽ അവന് ചിന്തിക്കും ചിലപ്പോൾ. അല്ല, ഇയാളുടെ ഡോസ് ഇതും ക്യാൻസർ പിടിക്കുമെന്ന് പറയുന്നത്, മറ്റേ ചിലപ്പോൾ ക്യാൻസർ ഒന്നും പിടിക്കുന്നില്ല, അത് ചിലപ്പം ബോധം നന്നായി മറക്കും, അത്ര വ്യത്യാസമുള്ളൂ. ഇതിങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇപ്പം ഹറാമുകളിൽ ചിന്തിക്കും, ഇയാൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഹറാമുകളിൽ മുഴുകുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മക്കളോട് ഹറാമുകളെ തൊട്ട് താക്കീത് ചെയ്യാൻ സാധിക്കുക? അപ്പം ഏറ്റവും നല്ല ഉപദേശം എന്ന് പറയുന്നത് ഒരാൾ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അതിലൂടെ അവൻ പലതും പഠിക്കും. നീ പറയാതെ തന്നെ നന്മകൾ പഠിക്കും. ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കാൻ പോകുന്നത് ചെറുപ്രായത്തിൽ കാണുമ്പോൾ അവൻ്റെ മനസ്സിൽ അത് കയറുകയാണ്. ബാങ്ക് കൊടുത്താൽ വേഗം നിസ്കരിക്കാൻ പോകേണ്ടതുണ്ട്, വളരെ മനസ്സിൽ അവന് കയറുകയാണ്. വീട്ടിൽ നീ ഖുറാൻ ഓതുന്ന കാണുമ്പോൾ അവനും ഖുറാൻ ഓതുന്ന ഒരു ചിന്ത ഉണ്ടാവുകയാണ്. നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ വേണ്ടത് ഖുറാനാണ്, ഓതണം, ദിക്ർ ചൊല്ലണം. ഇതെല്ലാം വാപ്പയിൽ നിന്ന് കാണുകയാണ്. വാപ്പാക്ക് ഇതൊന്നും ഇല്ല എങ്കിൽ, ഉമ്മാക്ക് ഇതൊന്നും ഇല്ല എങ്കിൽ നമ്മളിങ്ങനെ കേവലം ഉപദേശം, നീ ഇത്
കുട്ടികൾക്ക് നമ്മുടെ ദീൻ്റെ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുത്ത് നമ്മളതൊന്നും കാണുന്നില്ല എങ്കിൽ കുട്ടികളെ മദ്രസയെ പറഞ്ഞയക്കുന്നു. ആ മദ്രസയിൽ നിന്ന് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കേട്ടിട്ടാണ് മക്കൾ വരുന്നത്. വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ ഉപദേശങ്ങളൊന്നും മാതാപിതാക്കളിൽ കാണുന്നില്ല. ഉസ്താദ് അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും മാതാപിതാക്കളിൽ കാണുന്നില്ലെങ്കിൽ കുട്ടിക്ക് എങ്ങനെയാണ് മാറ്റം ഉണ്ടാവുക? കുട്ടിക്ക് എങ്ങനെയാണ് ഈ മദ്രസയിൽ ഉസ്താദ് പറയുന്ന കാര്യത്തിന് ഇത്ര വിലയുണ്ടെന്ന് തിരിച്ചറിയുക? കാരണം മാതാപിതാക്കൾ ഇതൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ഒരു റോൾ മോഡലായി നമ്മൾ തീരേണ്ടതുണ്ട് എന്ന് വളരെ അനിവാര്യമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. നീ ജനങ്ങളോട് നന്മ ഉപദേശിക്കുന്നു, പക്ഷേ നീ നിന്റെ സ്വന്തം കാര്യത്തിൽ നീ അത് മറന്നു കളയുകയും ചെയ്യുന്നു. വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങളും കിതാബാണ് പാരായണം ചെയ്യുന്നത്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, എന്തിന് നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ, എന്തിന് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നു മുഅ്മിനീങ്ങളെ. ഖബറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലു മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ അത് പറയുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ അടുക്കൽ കോപമുള്ള കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പം നമ്മൾ ആദ്യം മക്കൾക്ക് നമ്മൾ നല്ലൊരു സ്വഭാവം ഉള്ള ആളായി കാണിച്ചു കൊടുക്കണം. സൽസ്വഭാവം നമ്മളിൽ നിന്ന് മക്കൾ പഠിക്കണം. നമ്മളിൽ സൽസ്വഭാവം ഇല്ല എങ്കിൽ, നമ്മളെപ്പോഴും ദേഷ്യപ്പെടുന്ന അവസ്ഥയും നമ്മളെപ്പോഴും കോപാലുവായിട്ടാണ് മക്കൾ കാണുന്നതെങ്കിൽ, നമ്മൾ ഭാര്യയോട് പെരുമാറുന്നത് വളരെ മോശത്തിലാണ്. ഭാര്യ അടിക്കുന്നു, ഭാര്യയെ ചീത്ത വിളിക്കുന്നു, എല്ലാ മോശപ്പെട്ട വർത്തമാനങ്ങളും പറയുന്നു. പിന്നെ കുട്ടിയോട് നീ നല്ല സൽസ്വഭാവിയാകണമെന്ന് പറഞ്ഞാൽ എവിടുന്നാണ് കുട്ടി പഠിക്കുക? കുട്ടി കാണുന്നത് ഇങ്ങനെയാണ്, കുട്ടി കാണുന്നത് ഇതാണ് കാണുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് മക്കളെ പരിപാലിക്കുന്ന വിഷയത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇതോടുകൂടി സഹോദരങ്ങളെ, ഈ 10 പോയിന്റുകൾ ഇവിടെ അവസാനിക്കുകയാണ്. അവസാനമായി പറയാനുള്ളത്, കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വന്നാൽ ഏറ്റവും ആദ്യം ദുനിയാവിൽ തന്നെ നമുക്ക് കൺകുളിർമയാണ്. ആഖിറത്തിൽ കിട്ടുന്ന പ്രതിഫലത്തിന് പുറമെ ദുനിയാവിൽ തന്നെ ഒരാൾക്ക്, ദീനിന് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഏറ്റവും കൺകുളിർമ ഉണ്ടാകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ തൻ്റെ മക്കൾ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് കാണുമ്പോഴാണ്. ദീനിന് പ്രാധാന്യം നൽകുന്ന ആളുകൾ, ദുനിയാവിൻ്റെ ആളുകൾ ചിലപ്പോൾ അവർക്ക് ഏറ്റവും നല്ല സന്തോഷമുണ്ട്, ആ മക്കൾ നല്ല ഫിനാൻഷ്യലി ഉഷാറായി മാറിയിട്ടുണ്ട്, അവൻ നല്ല മില്യനറായി മാറിയിട്ടുണ്ട്. ഇത് ചിലപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ദീന് താല്പര്യപ്പെടുന്ന ഒരാൾക്ക് മക്കൾ എത്ര വലിയ സമ്പത്തുണ്ടായിട്ടും, മക്കൾ എത്ര വലിയ പുരോഗതിയിലെത്തിയിട്ടും അവൻ കൃത്യമായി നിസ്കരിക്കുന്നില്ലെങ്കിൽ, അവൻ കൃത്യമായി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ ഒരു വിലയും അവർക്കുണ്ടാവുകയില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക അവർ മക്കൾ ഏറ്റവും നല്ല രീതിയിൽ ദീനനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് ഈ മക്കളെ ഇങ്ങനെ പരിപാലിച്ചാൽ നമ്മുടെ വാർദ്ധക്യകാലത്ത് കൺകുളിർമയുള്ള നമ്മുടെ മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വാർദ്ധക്യകാലത്ത് മക്കൾ ഇങ്ങോട്ട് നമ്മളോട് നല്ല നിലയിൽ പെരുമാറാനുള്ള പ്രധാനപ്പെട്ട കാര്യവും അവരെ ചെറിയ പ്രായത്തിൽ നമ്മൾ നന്നായി ദീൻ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ സഹോദരങ്ങളെ, മരണശേഷം ഖബറിലും ഈ കുട്ടികളെ പരിപാലിച്ചതിൻ്റെ ഗുണം നിനക്ക് ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ മാത ഇബ്നു ആദം ഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ്റെ അമലുകളെല്ലാം മുറിഞ്ഞുപോയി. അവൻ്റെ നിസ്കാരമില്ല, അവൻ്റെ നോമ്പില്ല, സക്കാത്തില്ല, സദഖകളില്ല, രാത്രി നിസ്കാരമില്ല, ദിക്റില്ല, എല്ലാം മുറിഞ്ഞുപോയി. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ മുറിയാതെ ഖബറിലേക്ക് എത്തും. സദഖത്തിൻ ജാരിയ, എന്നും എത്തുന്ന സ്വതക്കകളുണ്ടാകും, നിലക്കാത്ത സ്വതക്കകളുണ്ടാകും, വഖഫുകളുണ്ടാകും, ഇങ്ങനെയുള്ള ഒരുപാട് നന്മകളുണ്ടാകും. ആ നിലക്കാത്ത സ്വതക്കകൾ നീ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഖബറിലേക്ക് എത്തും. വ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവ് നീ ബാക്കി വെച്ചിട്ടുണ്ട്, നീ നല്ല ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്, നീ നല്ല സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവരാ ദീന് കൊണ്ട് ഉപകാരപ്പെടുത്തുന്ന കാലത്തോളം ഇവന് ഖബറിൽ അത് പ്രതിഫലം ലഭിക്കും. വവലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അതോട് ചേർത്ത് പറഞ്ഞതാണ്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ മക്കൾ, അത് നിനക്ക് ഖബറിൽ ഉപകാരപ്പെടും. അവിടെ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും, ഞാൻ ദുനിയാവിൽ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയതിൻ്റെ ഫലം ഖബർ മുതൽ ഓരോരുത്തർക്കും അത് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നാളെ പരലോകത്താകട്ടെ സഹോദരങ്ങളെ, സ്വാലിഹീങ്ങളായ മക്കളുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും, മാതാപിതാക്കൾക്ക് അത്ര വലിയ സ്ഥാനം എത്തിയിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ വ്യത്യസ്ത പദവികളിൽ അവരാക്കുകയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യം കാരണത്താൽ താഴെ തട്ടിലുള്ള സ്വർഗത്തിലുള്ള മാതാപിതാക്കളെ മുകളിലെ തട്ടിലുള്ള ഉപ്പമാരുടെ കൂടെ, ഉമ്മമാരുടെ കൂടെ എത്തിക്കുന്നതാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എല്ലാ നിലക്കും സഹോദരങ്ങളെ, മക്കളെ നല്ല നിലക്ക് വളർത്തിയാൽ അത് ദുനിയാവിലും ഖബറിലും ആഖിറത്തിലുമെല്ലാം തന്നെ സഹോദരങ്ങളെ അത് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് നന്നായി പരിശ്രമിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്നായി ദുആ ചെയ്യുക, എപ്പോഴും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
തീർച്ചയായും നമ്മുടെ ദുആക്ക് ഉത്തരം നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രാവർത്തികമാക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള ഈ പറയുന്ന കാര്യത്തിലാകട്ടെ മറ്റു കാര്യങ്ങളിലാകട്ടെ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഉദാര്യത്തിനാൽ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിലെ നമ്മുടെ നോമ്പും നിസ്കാരവും ഖിറാഅത്തുകളുമെല്ലാം അസ്കാറുകളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ കുറവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.